എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2073 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ മഷൂദ്, BHMS DAQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലധികം ചികിത്സാനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്, കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. ഇന്നത്തെ വിഷയം സസ്യങ്ങൾക്ക് ഹോമിയോപ്പതി, അനുബന്ധ പഠനങ്ങളും ഔഷധ പ്രവർത്തന തത്വവും, മോഡസ് ഓപ്പറാൻഡി. അതിന്റെ 4ാം ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മഷൂദ് ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ കാണുന്നില്ലല്ലോ. നെറ്റ് കണക്ഷൻ പോയതാണ്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തില്ല. അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? അൺമ്യൂട്ട് ചെയ്തിട്ട് മഷൂദ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. കോഹോസ്റ്റ് അല്ല, ഇവിടെ ഞാൻ കോഹോസ്റ്റ് ആക്കിയതായിരുന്നു, ഇപ്പൊ പോയതോ സാർ? ആദ്യം ചെയ്തിരുന്നു, പിന്നെ ഇപ്പം കോഹോസ്റ്റ് അല്ല. മഷൂദ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ, കേൾക്കുന്നില്ല. ഇപ്പൊ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് വീണ്ടും. ഇപ്പൊ അൺമ്യൂട്ട് ആയി. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാമല്ലോ. ഇപ്പോഴേ അൺമ്യൂട്ട് ആയുള്ളൂ, കോസ്റ്റ് ആയിരുന്നില്ല. അപ്പോ ഞാൻ ഈ IFPHന്റെ ഫോറത്തിൽ 30ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ പറഞ്ഞ അതുപോലെ അതേ സബ്ജക്റ്റ് തന്നെയാണ് ഈ ദിവസവും പറയുന്നത്. IFPHന്റെ ഫോറത്തിൽ ഇന്ന് എന്നെ കേൾക്കാൻ ഉള്ള എല്ലാ ഡോക്ടർമാർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ അഭിനന്ദനായ ഗുരുനാഥൻ, നമ്മുടെ ഹോമിയോപ്പതി എല്ലാമെല്ലാമായ സ്വാമികൾ ഹനുമാൻ, പിന്നെ എന്നെ ഈ സസ്യങ്ങളുടെ ഈ പഠനത്തിലേക്കും ഇതിലേക്കും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ശ്രമിച്ച അല്ലെങ്കിൽ അതിന് സഹായിച്ച ഡോക്ടർ ലത്തീഫ് സാർ, പിന്നെ എൻ്റെ അധ്യാപകരായ ഹോമിയോപ്പതിയിലെ എന്നെ സഹായിച്ചതായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരെയും നന്നായി സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി പറഞ്ഞ ക്ലാസ്സുകളാണെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ പെട്ടെന്ന് ദിനേശ് ഡോക്ടർ ഈ കാര്യം വിളിച്ച് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും ബ്ലാങ്ക് ആയിട്ട് ആലോചിക്കുകയാണ്, ഇപ്പോഴും ഇനി ബാക്കിയുണ്ടോ എന്ന്. എന്നാൽ ഞാൻ വീണ്ടും എൻ്റെ അക്ഷയ ഖനി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ലാപ്ടോപ്പ് തുറന്ന് പഴയ മെമ്മറി കാർഡ് മുഴുവൻ വീണ്ടും വായിക്കാൻ കിടക്കുകയാണ് കണ്ടമാനം. എടുത്തപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്നതിൽ ഒരു പിക്ചറ് 1 or 2 ഒഴിച്ച് ബാക്കിയെല്ലാം പുതിയ പിക്ചറാണ്. അപ്പോൾ ധാരാളമായിട്ട് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തു വച്ചത് ഒരു പുതിയ രീതിയിൽ. ഇപ്പോൾ ക്ലാസ് അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, അതിനൊരു പ്രത്യേക ധാരയും ഒരു പുതിയ വഴിത്തിരിവും ഒക്കെ വരും. അപ്പം ഞാൻ ഇപ്പോഴും പുതിയതായിട്ട് പലതും കാണുന്നത് എന്നെ ഈ ഒരു ക്ലാസ് വളരെയേറെ സഹായിക്കുന്നുണ്ട്. പുതിയതായിട്ട് ഞാൻ ഈ ഗൂഗിളിൽ നിന്നെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ട പല കാര്യങ്ങളും നേരത്തെ തന്നെ പ്ലാന്റ് സൈക്കോളജിയിൽ, പ്ലാന്റിൻ്റെ പത്തോളജിയിലും ഫിസിയോളജിയിലും ഒക്കെ ഉണ്ടതാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്തുമാത്രം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബുക്കിൽ പറഞ്ഞ പോലെ ഓരോ ദിവസവും എനിക്ക് എന്തുമാത്രം എനർജി ഉള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതിന് നിങ്ങളോടുള്ള കടപ്പാടും നന്ദി, പ്രത്യേകമായിട്ട് കേൾക്കുന്നവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ പറയുന്നു. ഇന്ന് നമുക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ നേരത്തെ ഉള്ളത് തന്നെ വയസ്സായതൊന്ന് ഷെയർ ചെയ്യാം. ഷെയറിങ് കാണാമല്ലോ. ഇത് ഞാൻ ആദ്യത്തെ നമ്മുടെ കുറച്ച് ക്ലാസ്സുകൾ മുമ്പ് എടുത്തതാണ്. ഓരോ പിക്ചറും ഇത് തന്നെ നിരന്തരമായ സത്യാന്വേഷണം സമ്പൂർണ്ണത കൈവരിക്കുന്നതിനായി എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇതുവഴിയാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ മൈക്രോസ്കോപ്പും കുറേ സൊല്യൂഷൻസ് കണ്ടു.
ഒരു 1000-ൽ പരം സൊല്യൂഷൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ തയ്യാറാക്കിയതാണ് ഈ പ്ലാന്റിൽ നിന്ന് സൊല്യൂഷൻസ് സ്റ്റഡി ചെയ്തതിന്റെ ബുക്കിനും മറ്റുമായിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കിട്ടുമ്പോഴെല്ലാം ഇപ്പോഴും ഞാൻ സ്ലൈഡ് വാച്ച് ചെയ്യുന്നുണ്ട്, ഇത് കാണാൻ വേണ്ടിയാണ്. ഇന്നത്തേത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ററാക്ഷൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലുള്ള പ്ലാന്റ്സിന്റെ ഇന്ററാക്ഷൻസ് ആണ്. പ്ലാന്റ്സിൽ ഈ എലിമെന്റ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇന്ററാക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ഹോമിയോ മെഡിസിൻസിൽ നമുക്ക് എല്ലാ മരുന്നിനും ആന്റിഡോട്ട്സ് ഉണ്ട്, ഫോളോ അപ്പ് റെമഡീസ് ഉണ്ട്, കോംപ്ലിമെന്ററി റെമഡീസ് ഉണ്ട്, പിന്നെ അവയുടെ ആന്റിഡോട്ട് അല്ലെങ്കിൽ ഇനിമിക് ആയിട്ടുള്ള ഉണ്ട്, മെഡിസിൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ എലിമെന്റ്സ് പ്ലാന്റ്സിലും കുറെ സബ്ജക്ട്സ്, കുറെ കാര്യങ്ങളുണ്ട് ഇതേപോലെ. അതായത് ബാഹ്യമായിട്ട് കിട്ടുന്ന എലിമെന്റ്സിനുള്ള ഇന്ററാക്ഷൻസും അവ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ആൽക്കലോയിഡ്സ്, മറ്റ് ഫ്ലേവനോയിഡ്സ്, ഓയിൽസ്, ഇങ്ങനെ അവയുടെ ചെറുത്തുനിൽപ്പിനായി അവ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള കെമിക്കൽസ്, അവയും തമ്മിലും ഇന്ററാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും അതായത് ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് നടക്കാറുണ്ട്, പിന്നെ ഇനിമിക്കലായിട്ടുള്ളതും നടക്കാറുണ്ട്, ഫോളോ ചെയ്യുന്നവയുണ്ട്, ചിലപ്പോൾ കോംപ്ലിമെന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ വരുന്ന ഓരോ പേജായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. ആകാശവാണി എന്ന പേരാണ്. തീർച്ചയായിട്ടും 1927 ജൂലൈ 23-നാണ് പ്രക്ഷേപണം ആരംഭിക്കുന്നത്. അത് ബോംബെയിൽ നിന്നാണ് ആദ്യത്തെ പ്രക്ഷേപണം. ആകാശവാണിയുടെ ഒരു പ്രക്ഷേപണം പോലെ എന്തോ കേട്ടു. ശരി, ഇപ്പൊ കേൾക്കുന്നത് പോയി. ഇനി ഇന്ററാക്ഷൻ എന്നുള്ള ഒരു ഇന്ററാക്ഷനിലെ ഒരു ഘട്ടമാണ്. അതായത് NK എന്ന് പറഞ്ഞാല് സോഡിയവും പൊട്ടാഷ്യവും തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഈ പൊട്ടാഷ്യം ഇംപ്രൂവ്സ് മഗ്നീഷ്യം അപ്ടേക്ക് എന്നാണ്. ഇപ്പൊ കുറച്ചുകൂടെ ചെറുതാക്കിയാൽ കാണാം. ഇംപ്രൂവ്സ് നൈട്രജൻ അപ്ടേക്ക് ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ. ഈ പൊട്ടാഷ്യവും സോഡിയവും പോലുള്ള എലിമെന്റ്സ് ഈ മറ്റ് എലിമെന്റ്സിനെ അപ്ടേക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഇതിനകത്ത് മൂവ് ചെയ്യുന്നതിനും, ട്രാൻസ്ലൊക്കേഷൻ ഒരിടത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഈ എലിമെന്റ്സിനെ കൊണ്ടെത്തിക്കുന്നതിനും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എൻസൈം മെറ്റബോളിസത്തിനും പ്രവർത്തന മണ്ഡലത്തിൽ ഈ നൈട്രജനും പൊട്ടാഷ്യം ഇന്ററാക്ഷൻ സഹായിക്കുന്നുണ്ട്. ഇനി ഫോസ്ഫറസും പൊട്ടാഷ്യവും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അടുത്തത്. അതായത് പ്രധാനപ്പെട്ട 2-3 ഇന്ററാക്ഷൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പ്രതിപ്രവർത്തനങ്ങൾ വഴി കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ വഴിയോ ഇവ പ്രവർത്തനത്തിൽ അതിന്റെ മെറ്റബോളിസത്തിനെ അല്ലെങ്കിൽ ലൈഫിനെ പ്രിസർവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ റീപ്രൊഡക്ഷനോ അതെന്തെങ്കിൽ വീണ്ടും റൂട്ട്സ് അതുപോലെ ലീഫ് ഇതിന്റെ എല്ലാം പ്രൊഡക്ഷനോ ഒക്കെ ആയിട്ടാണ് സാധാരണയായിട്ട് പ്ലാന്റ്സ് എലിമെന്റ്സിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ററാക്ഷൻ ഇവിടെ ഇന്ററാക്ഷനിൽ കമ്പൈൻഡ് ഇന്ററാക്ഷൻ ഉണ്ട്. അതായത് ഈ 2 പൊട്ടാഷ്യവും ഫോസ്ഫറസും ചേർന്ന് പ്രവർത്തിക്കുന്നത് റൂട്ട് ഡെവലപ്മെന്റിനാണ്. ഫോസ്ഫറസിന്റെ പ്രധാനപ്പെട്ട ആക്ഷൻ തന്നെ റൂട്ട് ഡെവലപ്മെന്റ് ആണ്. ടോട്ടൽ ന്യൂട്രിയന്റ് അപ്ടേക്കിനും പൊട്ടാഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഡിയം അതുപോലെ സൾഫർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാന്റ്സിന്, നമ്മുടെ ആനിമൽസിനും ലൈഫിന് പ്രധാനപ്പെട്ട എലിമെന്റ് ആണ് സൾഫർ എന്നതുപോലെ തന്നെ പ്ലാന്റ്സിനും. ഇത് യൂട്ടിലൈസേഷൻ ഓഫ് നൈട്രജൻ ആണ്. സൾഫറിന്റെ ഇന്ററാക്ഷൻ നൈട്രജന്റെ യൂട്ടിലൈസേഷൻ, അതായത് ഉപയോഗത്തിന് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുകയും അതുവഴി പ്ലാന്റ്സിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയും ചെയ്യുന്നു. ആനിമൽസിലും ഈ പ്രോട്ടീനിന്റെ പ്രധാനപ്പെട്ട ഘടകം നൈട്രജനാണ്, സൾഫറാണ്. നമുക്കറിയാം നമ്മുടെ ഈ മസിൽസിലും ഗ്ലൈക്കോജനിലും നമ്മുടെ പ്രോട്ടീനിന്റെ പ്രധാനപ്പെട്ട ഘടകം സൾഫറാണ്, നൈട്രജനുമാണ്. ഇതിലും പ്ലാന്റ്സിലും അതുപോലെ തന്നെ. ഇനി ആന്റഗോണിസം എന്ന് പറയുന്നത് എന്താണ്? ഈ ആന്റഗോണിസം ആയിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത് കാഷ് അയോൺസ്, അതായത് പോസിറ്റീവ് അയോൺസിനെയാണ് സാധാരണ കാറ്റയോൺ എന്ന് പറയുന്നത്. അയോൺസിൽ പൊട്ടാഷ്യം K+ എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. കാൽസ്യം ഒരു കാഥയനാണ്, അതുപോലെ തന്നെ മഗ്നീഷ്യം. ഇത് ഇൻഹിബിറ്റ് ദ അപ്ടേക്ക് ഓഫ് അനദർ എന്നുള്ളതാണ്. ഈ കാഥയോൺസ് മറ്റ് എലിമെന്റ്സിന്റെ അപ്ടേക്കിനെ സാധാരണ ചിലപ്പോൾ തടയുന്നുണ്ട്. അതുപോലെ ഹൈ P ലെവൽസ് ക്യാൻ ഇമ്മൊബിലൈസ് സിങ്കിന്റെ അബ്സോർപ്ഷനെ വളരെ കൂടുതലായിട്ടുള്ള ഫോസ്ഫറസിന്റെ സാന്നിധ്യം ഇതിന്റെ ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നു. സിങ്കിന്റെ അബ്സോർപ്ഷനെ തടയുകയും ഡെഫിഷ്യൻസിക്ക് കാരണമാവുകയും ചെയ്യാം.
നെക്സ്റ്റ് ഫൈറ്റോ കെമിക്കൽസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഫൈറ്റോ കെമിക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ആൽക്കലോയിഡ്സ്, ഫിനോൾസ്, റെസിൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങളാണ്. ഒലിവിക് ആസിഡ് അല്ലെങ്കിൽ ലിനോലിവിക് ആസിഡ്, ഇതേപോലുള്ള ആസിഡുകൾ, അതായത് ഓയിൽസ്, വോളറ്റൈൽ ഓയിൽസ്, ഇങ്ങനെയുള്ള കുറേ പ്രോഡക്ട്സ് ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫൈറ്റോ കെമിക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സിന്റെ പ്രോഡക്ട്സ് ആണ്. ഇവയുടെ ടോട്ടൽ തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിന്റെ ഇന്ററാക്ഷൻ വഴിയാണ്, ഈ എലിമെന്റ്സിന്റെ ഇന്ററാക്ഷൻ വഴിയാണ് നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനത്തിനും മെറ്റബോളിസം എന്ന് പറയുന്നത് കാറ്റലൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനത്തിനെ ഉത്തേജിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിനെ മന്ദീഭവിക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് കാറ്റലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെയും നടക്കുന്നത്. ഈ കാറ്റലിസ്റ്റിക് ആക്ഷനാണ്. കാണുന്നുണ്ടോ? കേൾക്കാമല്ലോ? കാറ്റലിസ്റ്റിക് ആക്ഷൻ. ഇന്നും ഈ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. ചിലപ്പോൾ വീഡിയോ അടുത്ത ക്ലാസ്സിൽ ഇത് ഓടി വരുമ്പോൾ വീഡിയോ കിട്ടിയെന്ന് വരില്ല. ഓഡിയോ പോലെ അല്ല, വീഡിയോ വളരെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആകുന്നുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിന്റെ പ്രോബ്ലം ആകാം. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തെറാപ്യൂട്ടിക് പൊട്ടൻഷ്യൽ എപ്പോഴും നന്നായി വരുന്നതിന് കോമ്പൗണ്ട്സിന്റെ ഇടയ്ക്കുള്ള ആ ഇന്ററാക്ഷൻ എപ്പോഴും സഹായിക്കുന്നുണ്ട്. ഇതിന് തന്നെ ഫൈറ്റോകെമിക്കൽസിന്റെ റിയാക്ഷൻസിനെ മൾട്ടി ടാർഗറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ഓഫ് സിംഗിൾ പ്ലാന്റ് ക്യാൻ ആക്ട് ടുഗദർ ടു ഇംപ്രൂവ് സൊല്യൂബിലിറ്റി, എൻഹാൻസ് ബയോ അവൈലബിലിറ്റി, ടാർഗറ്റ് ഓഫ് ഡിസീസ് സൈസ്. ഇവിടെ പറയുന്നത് ഈ ആൽക്കലോയിഡ്സിന്റെ കോമ്പൗണ്ട്സ് നമ്മൾ പുറത്തെടുത്തതിന് ശേഷം ഈ ആൽക്കലോയിഡ്സ് നമ്മൾ കൂട്ടി ചേർക്കുമ്പോൾ എന്നതുപോലെ തന്നെ പ്ലാന്റ്സിനകത്തും ഇവ സംയുക്തമായിട്ട് ചില പദാർത്ഥങ്ങൾ, ചില ആൽക്കലോയിഡ്സും റെസിൻസും ഒക്കെ ഈ പ്ലാന്റ്സിന്റെ അവയുടെ സൊല്യൂബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ബയോ അവൈലബിലിറ്റി കൂടുതലാക്കുകയും ഡിസീസ് സൈറ്റിൽ തന്നെ അത് ആക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ ആൽക്കലോയിഡ്സ് പുറത്തെടുത്ത് നമ്മളിപ്പം ഫാർമക്കോളജിക്കൽ ആക്ഷനിലും ഉപയോഗപ്പെടുത്തുന്നത് ഈ ആക്ഷൻസ് ആണ്. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പദാർത്ഥങ്ങളെ റിഡ്യൂസിങ് ടോക്സിസിറ്റി, ചില പദാർത്ഥങ്ങൾ ടോക്സിസിറ്റി കുറച്ചിട്ട് മെറ്റബോളിസത്തിന്റെ മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയും ചില പദാർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞത് ഇപ്പൊ ഒരു പദാർത്ഥവും ഒന്നായിട്ട് മാത്രമല്ല ഒരു എലിമെന്റും അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്ന കോമ്പൗണ്ട്സും എലിമെന്റ്സും എല്ലാം എപ്പോഴും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് പ്ലാന്റ്സിലും കാണുന്നത്. ഇവിടെ വേറൊരു പഴയ ഒരു ലോ ആണിത്. ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇങ്ങനെ ഒരു എവിടെയോ പറയുന്നുണ്ടല്ലേ. അതുപോലെയാണ് ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നാണ്. ഇത് ഈ തെറാപ്യൂട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം, ഫാർമക്കോളജിയെ സംബന്ധിച്ചിടത്തോളം, ഫാർമ ഓഫ് ദ പ്ലാന്റ്സിന്റെ ആൽക്കലോയിഡ്സ് അതുപോലുള്ള പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. ഇനി എന്താണ് സിനർജറ്റിക് എഫക്റ്റ്? ഞാൻ ഈ പറഞ്ഞതിന് പറയുന്ന ഒറ്റ വാക്കാണ് സിനർജറ്റിക് എഫക്റ്റ്. അതായത് കോമ്പൗണ്ട്സ് ആക്ട് ഓൺ ഡിഫറെന്റ് മോളിക്കുലർ ടാർഗറ്റ്സ്. ഒരുപാട് സൈറ്റിൽ ആക്ഷൻ ഉള്ളവയാണ് പല മെഡിസിൻസും. എൻസൈംസിലാകാം ആയിട്ടാകാം, അല്ലെങ്കിൽ ബയോളജിക്കൽ എഫക്റ്റിൽ ആംപ്ലിഫയിങ് റിസപ്റ്റേഴ്സ്. ഇപ്പോൾ ഓരോ ഭാഗത്ത് റിസപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവയെ ആംപ്ലിഫൈ ചെയ്ത് ആയിരിക്കാം ചില ഘടകങ്ങൾ വരുന്നത്. ഇതെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഘടകങ്ങളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന് സിനർജറ്റിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഫ്ലാവനോയിഡ്സ് ഓഫ് ഹൈഡ്രാസ്റ്റിസ്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഫ്ലാവനോയിഡ്സ് ഓഫ് ഹൈഡ്രാസ്റ്റിസ് കനാൽസിറ്റൻസിസ്. ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസ്സുകൾക്ക് മുമ്പിൽ 2 മാസം കഴിഞ്ഞിട്ടും എൻ്റെ സ്ലൈഡിൽ ഹൈഡ്രാസ്റ്റിസിന്റെ ഒരു ടിഞ്ചർ ഉപയോഗിച്ച പ്ലാന്റ്സിന്റെ ഉപയോഗിച്ച സ്ലൈഡ് ഒരിക്കലും ഫംഗസ് വരാതെ സൂക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മറ്റു 2 മെഡിസിൻസിനെ കൂടെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ബാക്ടീഷ്യയാണ്, പിന്നെ ഒന്ന് പൾസാറ്റിലെയാണ്. ഏറ്റവും കൂടുതൽ നാൾ വിസ്റ്റാൻഡ് ചെയ്തത് ഈ ഇത് വന്നത് ഹൈഡ്രാസ്റ്റിസ് ആണ്. അപ്പൊ ഹൈഡ്രാസ്റ്റിസ് നമ്മൾ ടിഞ്ചർ ചെവിയിൽ ഒഴിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആന്റി ഫംഗലായിട്ട് ഉപയോഗിക്കാറുണ്ട്. വളരെ വലിയ ലിവറിനെ ബാധിക്കുന്ന വലിയ രോഗങ്ങൾക്ക് വരെ ഈ ഹൈഡ്രാസ്റ്റിസ് എന്തുകൊണ്ട് പ്രയോജനപ്പെടുന്നു? ശരിക്കും പറഞ്ഞാൽ ഫംഗസ് അതുപോലെ എന്തെങ്കിലും ബാധിച്ച് നമ്മൾ തന്നെ ഇപ്പോൾ ഹോമിയോപ്പതിയിൽ മാത്രമാണ് ഈ മറ്റു ടെക്സ്റ്റിലൊന്നും ഓൾഡ് ടെക്സ്റ്റ് ബുക്സ് എടുത്ത് നോക്കിയാലേ ഈ ഫംഗസ് സിമറ്റോഡ്സ് എന്നൊരു വേർഡ് കാണാം.
അത് ക്യാൻസറുമായി ബന്ധപ്പെട്ട ഓൾഡ് വേർഡാണ് ഫംഗസ് നെമറ്റോഡ്സ്. കാർസിനോമ അല്ലെങ്കിൽ എന്ന് പറയുന്നതിനൊക്കെ വരുന്നതിന് മുമ്പ് ആ ഫംഗസ് നെമറ്റോഡ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഹനുമാനും പലപ്പോഴും ഫിഗ് വാർട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഫിഗിന്റെ പ്രത്യേകത തന്നെ അതിനകത്ത് ആ ഒരു ഇന്ന് ഞാൻ കാണാൻ പോയിരുന്നു. ഫിഗിന്റെ അകത്ത് ഒരു ജീവി അകത്ത് പൂക്കുമ്പോൾ തന്നെ അകത്ത് പോവുകയും അത് അവിടെ ഇരുന്ന് ഡെഡായിട്ട് അതിന് എൻ്റെ എൻസൈംസ് ഇതിനകത്ത് വെച്ച് പ്രോട്ടീൻസ് വെച്ചിട്ട് പഴുത്ത് വരുന്നതിന് ഫിഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ഫിഗിന്റെ ആ സ്വഭാവം, ഫിഗ് വാർട്ടിന്റെ ആ ഒരു ഗ്രോത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ്, അതൊരു സിനർജിസ്റ്റിക് എഫക്റ്റ് ആണ്. ഇപ്പോൾ ഈ ഹൈഡ്രാസ്റ്റിക്സ് കനാഡിൻസിസിലും എൻഹാൻസസ് ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിയാണ് വിത്ത് ബെറിബറിൻ എന്ന് പറയുന്ന പദാർത്ഥം. അപ്പോൾ ബെറിബറിസ് വൾഗാരിസും ഹൈഡ്രാസ്റ്റിക്സും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു എഫക്റ്റ്, ഈ കോമ്പിനേഷൻസ് നമ്മളിപ്പോൾ പലയിടത്തും പല കമ്പനികളും ധാരാളമായിട്ട് കോമ്പിനേഷൻസ് ഇറക്കുന്നുണ്ടെങ്കിലും ഈ ബെറിബറിൻ എന്ന് പറയുന്നത് ഞാൻ അടുത്ത കാലത്ത് വളരെ എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. ഈ ബെറിബറിന് കോളനിലെ സെപ്പറേറ്റ് സ്പെസിഫിക് ആക്ഷൻ ഉണ്ട്. ബെറിബറിസ് വൾഗാരിസിന്റെ പ്രധാന ഘടകം ബെറിബറിൻ തന്നെ. ഇപ്പം നമ്മൾ എത്രമാത്രം മരുന്നുകൾ ധാരാളമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് പൊട്ടൻസൈസ് കൊടുക്കുന്നുണ്ട്, ബെറിബറീസ് കൊണ്ടുള്ള ഉപയോഗം ബെറിബറിൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൾട്ടിമേറ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് മാത്രമല്ല, അതാണ് ശരിയാകാൻ പോകുന്നത്, ശരിയാകുന്നത്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഏതെങ്കിലും മോളിക്യൂൾസ് കൂടുതലായിട്ട് നിൽക്കുന്നുവെങ്കിൽ അത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുറത്തെടുത്തതിന് ശേഷം, ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തെടുത്താലും അത് അതുപോലെ തന്നെ നിൽക്കുന്ന കുറച്ച് ഘടകങ്ങളെ കാണും. അതിൽ ബെറിബറിനാണ്, ബെലഡോണ അട്രോപ്പിനാണ്, അതിൽ സംശയമില്ല. അയോസിയാമസ് ആണ്, ഹയോസിയാമിനാണ്. അതേപോലെ ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവസാനം വരെ അതുപോലെ തന്നെ അതിന് കൺസൈസ് ആയിട്ട് നിൽക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇപ്പോൾ കോമ്പൗണ്ടിനെ കുറിച്ച് എംഫസൈസ് ചെയ്ത് പറയുന്നതിനോ ഇവിടെ മറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ തനതായ ആ സ്വഭാവം ഒരു പദാർത്ഥം കോമ്പിനേഷനിൽ അല്ലെങ്കിൽ പോലും മോളിക്കുലർ ബേസിൽ അത് സൂക്ഷിക്കപ്പെടുന്നു. അവിടെയാണ് നമ്മുടെ ഫാർമസിയുടെ പ്രത്യേകത എന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. അതായത് നമ്മുടെ പൊട്ടൻസികളിലെല്ലാം തന്നെ ഈ പൊട്ടൻറ്റൈസ് ചെയ്ത് വരുന്തോറും ഈ പദാർത്ഥത്തിന്റെ മറ്റ് നാശങ്ങളൊന്നും വരാതെ ഇത് സൂക്ഷിച്ച് സംക്ഷിപ്തമായി അവയുടെ ഏകീകൃതമായി ഘടനാവിശേഷത്തിൽ മാറ്റം വരാതെ സംഘടിതമായിട്ട് തന്നെ നിൽക്കുന്ന ആ ഒരു പ്രവണത, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് മെറ്റൽസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ കുറച്ച് എലിമെന്റ്സ് മാത്രമേ, എലിമെന്റ്സിന്റെ കോമ്പിനേഷൻസ്. ഹൈഡ്രാസിസ് കനാഡൻസിസ് ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉള്ളതാണ്. അതിനെ ബെറിബറിന്റെ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നതാണ് ഹൈഡ്രാസ്റ്റിൻ എന്നാണ് ആ പദാർത്ഥത്തിന്റെ പേര്. ബെറിബറിൻ എന്നാണ് ബെറിബറിസിന്റെ. അപ്പോൾ ബെറിബറിസിന്റെ ആന്റി ബാക്ടീരിയൽ എഫക്ട് എന്നാണ് പറയുന്നത്. ബെറിബറിസിന് ആന്റി ബാക്ടീരിയൽ എഫക്ട് ഉണ്ടെന്ന് നമുക്ക് ബെറിബറിസ് അക്കിഫോളിയം ഉപയോഗിക്കുന്നവർക്ക് നേരിൽ അറിയാൻ പറ്റും. ഈ അക്കിഫോളിയം, അഗ്നി അതുപോലുള്ള ഫേഷ്യലിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. പക്ഷേ അത് അത്രമാത്രം നമ്മൾ ഹൈഡ്രാസ്റ്റിക്സ് നമ്മൾ ഈ ആന്റി ഡ്രസ്സിങ്ങിനൊന്നും അധികം ഉപയോഗിക്കാറില്ലെങ്കിലും അതും ഈ കലണ്ടുലയുടെ ഇതിന്റെ അത്രത്തോളം വരില്ലെങ്കിലും ഹൈഡ്രാസ്റ്റിക്സ് വളരെ നല്ല ഒരു ആന്റി ബാക്ടീരിയൽ എഫക്റ്റാണ് വിത്ത് ബെറിബറിൻ എന്നാണ്. ഇനി എസൻഷ്യൽ ഓയിൽസ് ഉണ്ട്. എസൻഷ്യൽ ഓയിൽസ് നേരത്തെ ഞാൻ പറഞ്ഞു, വോളറ്റൈൽ ഓയിൽസ്, മണമുള്ള ഈ പ്ലാന്റ്സിലെല്ലാം കാണുന്ന ഓയിൽ പോർട്ട്, അത് എസൻഷ്യൽ ഓയിലാണ്. സ്വേദ തൈലം എന്നാണ് പറയുന്നത്, ബാഷ്പതൈലം. അപ്പോൾ ആ ബാഷ്പതൈലം എന്ന് ഉദ്ദേശിക്കുന്ന എണ്ണ എല്ലാം തുളസിക്ക് അതേപോലെ തന്നെ ആരോമ കിട്ടുന്നത് ആ സാധനം വഴിയാണ്. ഹൈലി വെൻ കമ്പൈൻഡ്. ഇത് 2-3 ഓയിൽസ്, ഉദാഹരണത്തിന് യൂജിയൻ ഓയില്, ടെർപ്പൻറ്റൈൻ, ഇതുപോലെ 2-3 ഓയിൽസ് ഒന്നിച്ച് ചേർത്താൽ അവയുടെ ആക്ഷൻ വളരെ കൂടുതലായിട്ടുണ്ടെന്ന് പണ്ട് മുതലേ വളരെ, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്കുമുള്ള നമ്മുടെ തെറാപ്യൂട്ടിക്സ് എന്ന് തുടങ്ങിയോ അന്ന് മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഇത്രയാണ് ഇന്ന് എനിക്ക് ഇതിൻ്റെ തിയററ്റിക്കലായിട്ട് പറഞ്ഞത്. ഇനി ഞാൻ എല്ലാം വെറും പിക്ചർ മാത്രം കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇതിനകത്തൊന്ന് എഴുതി കാണിക്കാൻ എന്നെ കൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടും ഈ കൈയുടെ ഇത് ഇപ്പോഴും അത്ര ശരിയാകാത്തത് കൊണ്ടും ഞാൻ ഈ മൗസ് മാത്രം വെച്ചിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈ എഴുതാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം കുറച്ച് പിക്ചറുകൾ ഏതാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ഞാൻ പറഞ്ഞു പോവേ ഉള്ളൂ. അപ്പോൾ കാലിമൂർ 6X കൊണ്ടുള്ള ഒരു ഡിഫക്റ്റും അതിൽ നിന്ന് വന്ന കുറച്ച് കാര്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മിലിയറി ആയിട്ടുള്ള ഇത് സ്പോർട്സ്, അതായത് പൂപ്പൽ, വെളുത്ത പൗഡർ പോലുള്ള ഇലകൾ വരും. ഇത് കാലിമൂർ കൊടുത്ത ഒരു പ്ലാന്റിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കണ്ടതാണ്. ഈ വെളുത്ത ആയിട്ടുള്ള ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ട്യൂബർക്കുലിനം 200 അപ്ലൈ ചെയ്താൽ പോകും. പിന്നെ ഞാൻ മാക്പോസ് കൊണ്ട് ഇതേപോലത്തെ കണ്ടമാനം ഉണ്ടാകാൻ കണ്ടതായിട്ട് കണ്ടു. നല്ല ഷുഗർ മിൽക്ക് എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയാൽ നമുക്ക് പറയാം ഷുഗർ മിൽക്കിന്റെ ആണ് എന്ന്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കും. ഷുഗർ മിൽക്ക് ഇങ്ങനെയുള്ള ഒരു
കംപ്ലൈൻറ്റും ഉണ്ടാക്കില്ല. പ്യൂർ മിൽക്ക് ഉപയോഗിച്ചുകൊണ്ടൊന്നും ഒരു പ്ലാന്റിനും നാശം വരില്ല. മൂന്നാറിൽ ഞാൻ ചെന്നപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനാണ്, ഞാൻ ഇത്തരം കാര്യങ്ങൾ കൂടുതലെടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് നിങ്ങളോട് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ പ്ലാന്റ്സ് ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനമായിട്ട് മിസ്യൂസ് ചെയ്യുന്ന ഒരു ധാരണ ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാര്യം ഞാൻ മൂന്നാറിൽ ചെന്ന സമയത്ത് മാക്ഫോസ് 6X അവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇവിടെ തന്നെ ഉള്ള ഒരു സെക്രട്ടറി ധാരാളം മൂന്നാറിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ വെച്ചിരുന്നു. ഞാനും പഴയ ചട്ടിയൊക്കെ എടുത്ത് എൻ്റെ ക്ലിനിക്കിനോട് ചേർന്ന് കുറേ പ്ലാന്റ്സ് അങ്ങോട്ട് ശരിയാക്കിയിട്ട് വളർന്നു വന്നപ്പോൾ ഞാൻ മാക്ഫോസ് അപ്ലൈ ചെയ്തു. പക്ഷെ ഒരു ആഴ്ച പോലും വേണ്ടി വന്നില്ല. മാക്ഫോസ് 6X, കാലിസൾഫ്, കാലിഫോസ് ഇത് 3-4 നിലയിലെടുത്തു. ഈ മാക്ഫോസ് കാലിഫോസ് അപ്ലൈ ചെയ്ത പുട്ട് മണം പോലെ എന്താണെന്ന് അറിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ DMO വന്നപ്പോൾ അവരുടെ അടുത്ത് ഞാൻ കാണിക്കുകയും ചെയ്തു. ഇലകൾ മൊത്തവും ഏതോ ഒരുതരം ഒരു ഈച്ച ഒന്ന് മുട്ടയിട്ട് പുഴുവായതിനു ശേഷം ഞാൻ കണ്ടിരുന്നു. പുഴു തിന്ന് ഒരു രാത്രി കൊണ്ട് തന്നെയൊക്കെ തിന്നു തീർത്തിരിക്കുന്നു. രാവിലെ വന്നപ്പോൾ മൊത്തം ആ ഇലയും തിന്നു തീർത്ത് ഇലയെല്ലാം ഇല്ലാതാക്കി അവ പൂപ്പയുടെ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അത് മാക്ഫോസിന്റെ പ്രത്യേകതയാണ്. കാരണം ഇതിൻ്റെ ഈ അട്രാക്റ്റീവ് ഫ്ലൈസിന്റെ സ്മെല്ല്, ഇതിന്റെ മണമാണ്. മാഗ്നീഷ്യത്തിന്റെ ആ മണം, മഗ്നീഷ്യത്തിന് നല്ല മണമുള്ളതാണ്. ശരിക്കും മഗ്നീഷ്യം എന്നുള്ള വാർഡ് തന്നെ അങ്ങനെയാണ്. അതുപോലെയുള്ള ഒന്നതാണ് ഇത്. അതുപോലെ തന്നെ ഇത് തന്നെയാണ് ആ പ്ലാന്റിന്റെ. പക്ഷെ പ്ലാന്റിന് വലിയ ഹെൽത്തിന് വലിയ പ്രാധാന്യം, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഗ്രീൻ കളറിനോ അതിന്റെ ആ ഓയിലി അപ്പിയറൻസ് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും. പക്ഷെ അതിന് ബാക്കിൽ കുറച്ച് കൂടുതലായിട്ട് ഈ നീലി സ്പോട്സ്. ഇതും അതുപോലെ തന്നെ ആ പ്ലാന്റ് കൂടെ ഒന്ന് റിക്കവർ ചെയ്ത് വരുന്ന സമയമാണ്. ഇതിന്റെ മൈക്രോ സ്റ്റഡിയാണ് കണ്ടത്. ഇത് ഈ വൈറ്റ് ആ പൂപ്പൽ പോലെ വന്നെങ്കിലും ഇതിനകത്ത് ഈ ക്രിസ്റ്റൽസ് ഇത് ശരിക്കും സെല്യൂബിളായിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. അപ്പം ഞാൻ എൻ്റെ സ്റ്റഡി ഇപ്പോൾ ഞാൻ വേറൊരു വാക്കിലൂടെ പോവുകയാണ്. വീണ്ടും ഞാൻ രണ്ട് മൂന്ന് ഇൻറ്റർവെൻഷൻ ഞാൻ പറഞ്ഞു ക്ലാസ്സിൻ്റെ. അതുപോലെ തന്നെ ഇത് എനിക്ക് കൂടുതലായിട്ടും താല്പര്യമുള്ള ഒരു വിഷയമാണ് ഈ സ്ലൈഡ്. അതായത് എല്ലാ രോഗങ്ങളും മനുഷ്യ ശരീരത്തിലാകട്ടെ, ഹ്യൂമൻ ബീങ്സിലാകട്ടെ, അനിമൽസിലാകട്ടെ, പ്ലാന്റ്സിലാകട്ടെ, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട് നമുക്കറിയാം. സയൻസ് ആൻഡ് സിംറ്റംസിന്റെ കൂടെ ഇന്റേണലായിട്ട് ഒരു ചേഞ്ച് വരുന്നെങ്കിൽ പ്രധാനമായിട്ടും അത് ഈ എലിമെന്റൽ സ്റ്റഡിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. എലിമെന്റ്സിൽ വരുന്ന ചേഞ്ചസ് ആണ് അവയുടെ ക്രിസ്റ്റലൈസേഷൻസ് വഴി നമുക്കത് കാണാൻ കഴിയും. ഇതാണ് എനിക്ക് ഇത്രയും ക്ലാസ്സിലും നിങ്ങൾക്ക് പറയാനുള്ള. ഇനിയും ക്ലാസ്സിലും ഞാൻ അതിനൊരു തെളിവുകളാണ്. ഇത് അതിനൊരു തെളിവാണ്. ഈ രോഗബാധിതമായ ഇലയിൽ ധാരാളമായി കണ്ടതാണ് ഈ ക്രിസ്റ്റൽ. ഇത് അതുപോലെ പറ്റുന്നതാണ്. അതേപോലെ നല്ല ക്രിസ്റ്റൽസ് ആണ്. ആ ലീഫി തന്നെ ഈ മുകളിൽ കാണിച്ച കാലിമൂറ്, കാലിമൂറിന്റെ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സിലെ പെപ്പറോമിയ അല്ലെങ്കിൽ പെലൂസിറ, ഈ മഷിത്തണ്ട് എന്ന് പറയുന്ന പ്ലാന്റ്സ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് അതിനകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ മഷിത്തണ്ടിന്റെ ഒന്നും തന്നെ എനിക്ക് ഇത്തരം ക്രിസ്റ്റൽസ് കാണാൻ കഴിയില്ല. സിമെന്റിന്റെ പൊടിയും അല്ലെങ്കിൽ കക്ക പൊടി ഇതെല്ലാം ഇട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടും ഈ ക്രിസ്റ്റൽസ് ഞാൻ കണ്ടില്ല. പക്ഷെ ഡെപ്പോസിഷൻ ഈ ഡിസീസ് വന്നതിന് ശേഷമുള്ള പ്ലാന്റില് വേറെയും ഞാൻ കണ്ടു, മഷിത്തണ്ടിലും കണ്ടു. ഞാൻ പറഞ്ഞ ചെറിയ ജീവി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലുള്ള ലീഫിന്റെ പുറകുവശത്ത് ഈ ഇതുപോലെ വൈറ്റ് ഡെപ്പോസിറ്റ്സും മറ്റും വന്ന് ലീഫ് മുഞ്ഞ പോലെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ്. ഇത് ഫംഗസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈക്രോ എലിമെന്റ്സ്, മൈക്രോ ജീവികൾ, അതായത് മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള ലൈഫ് അല്ല, മൈക്രോ ലൈഫ് അല്ലെങ്കിൽ മൈക്രോബയോട്ടിക്സ് അല്ല, മറിച്ച് ക്രിസ്റ്റൽസ് തന്നെയാണ്. അതായത് ഈ ക്രിസ്റ്റൽ നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. 1, 2, 3, 4 ഒക്കെ ഉണ്ട്. ഇത് അതുപോലെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ലൈഡ് ഒത്തിരി വലുതാണോ എന്തോ. ഇത് അതുപോലെ ഈ ക്രിസ്റ്റൽസ് കേൾക്കാമല്ലോ ഡോക്ടറെ? ഇത് കാണാല്ലേ? കാണാം. ഇത് അതുപോലെ തന്നെ ആ ക്രിസ്റ്റലിന്റെ അത്ര എൻലാർജ് ചെയ്ത കേസ് എന്നേ ഉള്ളൂ. ഇത് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാൻ ഈ പ്ലാന്റ്സിൽ ഈ ഫ്ലവേഴ്സിൽ വരുന്ന കളേഴ്സിന്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി ഒത്തിരി കൂടുതലായിട്ട് ആ പ്ലാന്റ്സിന്റെ മൂട്ടിൽ ഇങ്ങനെ ഗാലിമോർ അപ്ലൈ ചെയ്യും. ഒപ്പം തന്നെ സൈലീഷ്യ എന്ന് പറയുന്നത് ഒരു ആക്ടിവേറ്ററാണ്. അതിന് ഞാൻ സൈലീഷ്യ അപ്ലൈ ചെയ്യും. ഞാൻ എൻ്റെ പരീക്ഷണത്തിന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു 4 or 6 ഇപ്പോൾ പ്ലാന്റ്സ് 6 മൂട് പ്ലാന്റ്സ് ഒരു ചെടിയിലുണ്ടെങ്കിൽ ഞാൻ 8 ഷുഗർക്ക് കാലിമൂർ 6X എടുത്തിട്ട് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്ത് അതിനെ ഒരു 1 ounce വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നന്നായി സക്സസ് ചെയ്ത് ആ കളറുള്ള ആ വെളുത്ത പൊടിയെ പോലെ തന്നെ കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂട്ടിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മണ്ണിട്ട് കൊടുക്കും. ആ പ്ലാന്റ് അബ്സോർവ് ചെയ്തോളും. അപ്പം അതിന് തന്നെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് 200 1 മിക്കവാറും ഞാൻ 1 അല്ലെങ്കിൽ 200
പ്ലാന്റ്സിന്റെ സൈസും ഹെൽത്തി അനുസരിച്ച് പൊട്ടൻസി സെലക്ട് ചെയ്യാം. ഹയ്യർ പൊട്ടൻസി, വെരി ഹൈ പൊട്ടൻസീസ് ഒന്നും നമുക്ക് സാധാരണ ഒരു പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. സാധാരണ മിനിമം പൊട്ടൻസി 200 അല്ലെങ്കിൽ 1. വെരി ഹൈ പൊട്ടൻസി ഒരു പക്ഷേ കിട്ടില്ല, മണ്ണിൽ അത് കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഒരു സെൻസിറ്റിവിറ്റി ആയി പോകും. ഞാൻ 2 കാരണങ്ങൾ പറയാം. അത് വ്യക്തമായിട്ട് പഠിക്കുന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 50 പൊട്ടൻസി വളരെ ആക്റ്റീവായിട്ട് ഞാൻ കണ്ടു. പക്ഷേ നമ്മുടെ വേറൊരു കാര്യം, ഇത് എല്ലാവർക്കും അത് അത്ര ഇത് പിടിക്കണമെന്നില്ല. പൾസാറ്റില്ല അടുത്ത ഒരു പേഴ്സണാണ് ഒരു പൾസാറ്റിൽ അപ്ലൈ ചെയ്ത ഒരു പ്ലാന്റിന്റെ ലീഫിൽ വന്ന ചേഞ്ചസ് ആണ്. ഇതിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു ഒരു പിക്ചറിൽ, ഈ അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞ് ഒരു സ്പോട്ട് പോലെ വരുന്നത്. ഇത് ടിപ്പിക്കലായിട്ടും ഈ കാണുന്ന ഈ ആയിരിക്കും ഞാൻ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് മൗസ് വെച്ച് തൊട്ട് കാണിക്കുന്നത് കാണാമായിരിക്കും. ഒരു വൈറ്റ് ആയിട്ട് ഇങ്ങനെ, ഇത് പ്ലാന്റിന്റെ ലീഫിന്റെ പുറമേ അല്ല, ഇത് വാഷ്ഡ് ലീഫാണ്. പക്ഷെ ലീഫ് ഇങ്ങനെയാണ് തന്നെ ഇരിക്കുന്നത്. ഈ അകത്ത് പോലെ വൈറ്റ് ആയിട്ട് കാണുന്നത് അതിനകത്ത് തന്നെ ഉള്ളൊരു സ്ട്രക്ചറൽ ചേഞ്ചാണ്. ഇത് ഫംഗലല്ല, അതാണ് വേറൊരു കാര്യം. ഫംഗലല്ല, ഇത് ടെക്ചറൽ എന്ന് പറഞ്ഞാൽ ലീഫിന്റെ ടെക്ചറിൽ അല്ലെങ്കിൽ അതിന്റെ കലകളിൽ തന്നെ വന്ന ഒരു ചേഞ്ചാണ്. പൾസാറ്റിലെയാണ് മെഡിസിൻ. ഇനി അടുത്ത കാലിമൂറ് തന്നെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലാൻ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഇരുന്നത്. ആദ്യം അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 1-2 അങ്ങ് തീരെ പോയതിനു ശേഷം ഈ ബാക്കിയുള്ളതാണ്, ഈ പ്ലാന്റ് ആണ് നമ്മൾ ആദ്യം കണ്ടത്. ആദ്യം കണ്ട പ്ലാന്റ് ഇത് നിൽക്കുന്നതാണ്. 1-2 പ്ലാന്റേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇല്ലാതായിപ്പോയി. ഇത് ആ ഒറിജിനൽ പ്ലാന്റ് മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നല്ല തൈയായിട്ട് നിന്നതാണ്. അതേ കാലിമൂറിന് ശേഷം കണ്ടതാണ്. ഇത് ലാസ്റ്റ് ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഇങ്ങനെയായി മാറി. ഈ ലീഫിന്റെ എല്ലാം അകത്തേക്കുള്ള ആ കുഴിഞ്ഞ് വളഞ്ഞ് ഇരിക്കുന്ന അതിനെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. രോഗങ്ങളുടെ സസ്യങ്ങളുടെ സിംറ്റംസ് ആണ്. പൾസാറ്റിലെ വീണ്ടും കാണിക്കാം. വീണ്ടും ഇത് ഇത് പൾസാറ്റിലല്ല, ഇത് ഇടയ്ക്ക് കയറി വന്ന ഒരു പിക്ചറാണെങ്കിലും പറഞ്ഞേക്കാം. ഇത് ഞങ്ങൾ ഒരിടത്ത് താമസിച്ചപ്പോൾ വേറൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഒരു ചെറിയ പേര നിന്നു. ആ പേര കായ്ക്കാതെ നിൽക്കുകയായിരുന്നു. ഞാൻ അതിനെ പൾസാറ്റിലെ അപ്ലൈ ചെയ്തു. ഇത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, 2-3 ആഴ്ച പോലും ആയില്ല, നന്നായിട്ട് പൂത്തു. അത് പേരയ്ക്ക കാച്ചു. ഒരു കാടൻ പേരയ്ക്കയായിരുന്നു, ചെറിയ തരത്തിലുള്ള പേരയ്ക്ക. അത് ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് മാറി, ആ വീടൊക്കെ മാറി വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ഇത് നന്നായിട്ട് പൂത്തതാണ്. ആ മെഡിസിൻ അപ്ലൈ ചെയ്തത് അതിന് മുട്ടിൽ. ഇത് ഓൾഡായിട്ട് നിന്ന ഒരു പ്ലാന്റ് ഡിസീസ്ഡ് ആയിട്ട് മെഡിസിൻ അപ്ലൈ ചെയ്തതിനു ശേഷം കണ്ട ഒരു ചേഞ്ചാണ്. ഈ മെഡിസിൻ അപ്ലൈ ചെയ്തതിനു ശേഷം മെഡിസിൻ പ്ലാന്റ്സിൽ സിംറ്റമറ്റോളജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഞാൻ ഇത്രമാത്രം എംഫസൈസ് ചെയ്ത് പറയുന്നെങ്കിലും ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വീണ്ടും എടുത്തു പറയാം. 3ാമത്തെ കാര്യമാണ് ഞാൻ വീണ്ടും പറയുന്നത്. 3ാമത് പറയുന്നത്, അതായത് 3 എന്ന് ഞാൻ നമ്പർ ഇട്ട് തന്നെ പറയാം. അതായത് ഈ പ്ലാന്റ്സിൽ നിന്നും തന്നെ മെഡിസിൻ്റെ എക്സസോ ഡെഫിഷ്യൻസി അല്ല കാണിക്കുന്നതെന്ന് എനിക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്ന എലിമെന്റൽ പാർട്ട് ഒരു വലിയ വിഭാഗമായിട്ട് മാറി നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ ഹനിമാനും സൂഴ്സലറും ഒക്കെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് വളരെ കൂടുതൽ ഫ്ലറിഷായി വന്ന ആ കാലഘട്ടത്തിൽ പോലും ഈ മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചൊന്നും അധികം അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഇപ്പോൾ എല്ലാം മോഡേൺ മെഡിസിന്റെ ഒരു ഭാഗമായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് എന്ന വിഭാഗത്തിലാണ് പലതും വരുന്നത്. ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ സ്റ്റഡി എല്ലാം മൈക്രോ ന്യൂട്രിയൻസിന്റെ ലെവലിലാണ് പോകുന്നത്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഇത് എന്ത് വൈതരണിയാണ്? ഏറ്റവും വലിയ വൈതരണി, ഇതിന്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മഹത്തരമായിട്ടുള്ള നമ്മൾ വളരെ മഹത്വമായിട്ട് അല്ലെങ്കിൽ വിശേഷമായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ ആദരവ് അറിയിക്കുന്ന ഹോമിയോ മെഡിസിൻസിനെ അങ്ങനെയാണ് പറയേണ്ടത്. ദൈവിക സങ്കല്പത്തിൽ വെച്ചിരുന്നതിന് തറയിലും മണ്ണിലും ഇത്തരത്തിൽ വളത്തിന്റെ രൂപത്തിൽ കാണുമ്പോൾ പ്രയാസം വരും. പക്ഷെ അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ, നിങ്ങൾ ശ്രദ്ധിച്ച് പൊട്ടൻസി കീപ്പ് ചെയ്ത് ആ മെഡിസിൻസ് നല്ലതാണ് എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് എനിക്ക് പറയാൻ. പൾസാറ്റിലെ ഏത് പൊട്ടൻസിയാണ് കൊടുത്തത്? ഇത് പൾസാറ്റിലെ 30 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ പേരയ്ക്ക പൾസാറ്റിലെ 30 ആണ്. ഇത് പൾസാറ്റിലെ 30 ആണ് ഈ പേര. പൾസാറ്റിലെ 30 നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും. പൾസാറ്റിലെ ആന്റിൻ ടാർട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞു, ആന്റിൻ ടാർട്ടാണ് ഫ്ലവറിങ്ങിന് ഏറ്റവും ബെസ്റ്റ്. ആർക്കും നോക്കാതാണ്. പക്ഷേ നിങ്ങൾ പൾസാറ്റിലെ മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കും. മിക്സിങ് വിത്ത് പൾസാറ്റില എൻഹാൻസസ് ദിസ് ഫ്ലവറിങ്. പിന്നെ ഞാനതിന് എൻഹാൻസ് ചെയ്യുന്നതിന് ഞാൻ ഫ്ലവറിങ്ങിനെ വേറെ 2 മെഡിസിൻ കൂടെ ചേർത്താണ് ഉപയോഗിച്ച് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൾസാറ്റിലെ മാത്രം ഒരു പക്ഷേ എല്ലാ പ്ലാന്റിനും കിട്ടില്ല. കാരണം ഈ പൾസാറ്റില എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. നിങ്ങളൊരു പ്ലാന്റിന് ചുമ്മാ പൾസാറ്റില ഒഴിച്ചു പൂത്തില്ലല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്തെന്നറിയോ?
ഒരു ഏജ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ഓവുലേഷന് ഒരു ഏജ് ഉണ്ട് കുട്ടിക്ക്, അതിന് ടൈമിങ്ങും ഉണ്ട്. ഏതൊരു ബ്രാൻഡിനും അതുപോലെ ഉണ്ട്. ഒരു ടൈമിംഗ് ഉള്ള ടൈമിങ്ങിൽ മാത്രം ഓവുലേഷൻ ആവുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പൾസാറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഈ ടൈമിംഗ് ആണ് പ്രധാനം. എല്ലാവർക്കും അറിയാം. ആരും തന്നെ ഇപ്പോൾ ഓവുലേഷൻ എന്നോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഒരു ആവശ്യത്തിനോ ഡയറക്റ്റായിട്ട് പൾസാറ്റിനെ കൊടുക്കില്ല. എല്ലാവർക്കും അറിയാം, കൊടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം, ഞാനും അറിഞ്ഞിട്ടുള്ളതാണ്. അത് പൾസാറ്റില്ല എല്ലായ്പ്പോഴും ശരിയാവില്ല. ഇപ്പോൾ പൾസാറ്റിലെ 10 കൊടുത്താൽ മെൻസസ് റെഗുലാരിറ്റി ഉണ്ടാക്കിയ ഒരു 3-4 കേസ് എനിക്ക് ഇടുക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ഏജ് ടീച്ചേഴ്സാണ് അവർ, 30-15-20 വയസ്സുള്ള, പക്ഷെ പെട്ടെന്ന് പീരീഡ് നിന്നുപോയി. അവരുടെ ഏജ് തീർന്നു പോയോ എന്ന് അവർക്ക് സംശയം. പൾസാറ്റിലെ 10 കൊടുത്ത് നോക്കുക, തീർച്ചയായിട്ടും അത് റെഗുലറൈസ് ചെയ്ത് വരും. പക്ഷേ നാട്രം 100 6x കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടി വരും. 12x അല്ല, 3x അല്ല. അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നാട്രം 100 6x നിങ്ങൾ റെഗുലറായിട്ട് കൊടുക്കുകയും ഇടയ്ക്ക് മറിഞ്ഞ് ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം ഇന്റർവെല്ലിൽ ഒരു ഡോസ് പൾസാറ്റിലെ 10 കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഗുലറൈസ് ചെയ്ത് വരും. വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഓവുലേഷൻ ഉണ്ട്, ഓവയുണ്ട്, എല്ലാം ക്ലിയർ ആയി വരും. അത് പൾസാറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റിലൊക്കെ ചെയ്ത് പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റിനെ പൾസാറ്റിൽ കൊടുക്കാൻ പറ്റില്ല. പൾസാറ്റില്ല അത്തരത്തിലുള്ള ഒരു വളരെ ടൈമിംഗ് ഉള്ള, എന്നാൽ ബോഡിയുമായിട്ട് എന്തോ ഒരു ബന്ധം, റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യരാണ്. എന്നാൽ ആന്റിഡയറക്റ്റ് അങ്ങനെയല്ല. നിങ്ങൾ ആന്റിഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു നോക്കുക. ആന്റിഡയറക്റ്റ് 6x നിങ്ങൾ ആന്റി ക്രൂഡ് ഒഴിച്ചാൽ പക്ഷേ പറ്റുന്നതായിട്ട് കാണുന്നില്ല. ആന്റിമണി നല്ലതാണ്, ആന്റിമണി വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഇതിന്റെ ഈ ഫ്ലവറിങ്, ആന്റിമണിയുടെ ഫ്ലവറിങ് നന്നായി തോന്നും, പക്ഷെ പ്ലാന്റ്സിന് നല്ലതാണ്, ഒരുപാട് പൂക്കും, നന്നായിട്ട് വരും. പക്ഷെ നിങ്ങൾ അതിന്റെ യഥാർത്ഥത്തിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആന്റിമണിയുടെ ഒരു പ്രധാന സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഡായിട്ടും വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രാബല്യത്തിലുള്ളതും ആഴ്സനിക്കിനേക്കാൾ പോയ്സണിങ് കേസിനും കൊല്ലാനും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോറൻസിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എലിമെന്റാണ് ആന്റിമണി. കാരണം അറിയാൻ പറ്റില്ല, അത്രയും മെന്റൽ എഫക്റ്റ് വളരെ. തമിഴ്നാട് കോഴിക്കോടൊക്കെ പറഞ്ഞ് കുത്തിയിരിക്കുന്നു പറഞ്ഞതുപോലെ തലയിൽ കുത്തിയിരിക്കുന്നു പോകുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ആന്റിമണിക്കുണ്ട്. CM പൊട്ടൻസി ഒക്കെ കഴിക്കുന്നുണ്ട്. ഡിസീസ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയും, ഡിസീസ് ഇല്ലാത്തവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിസീസ് ഉള്ള ഒരാളുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ ഇമ്മ്യൂണോളജി കൂടുതൽ അവർക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം രണ്ടുമുണ്ട്. ഡിസീസിന്റെ സിംറ്റംസ് അവിടെ നിന്ന് അറിയുന്നു, പിന്നെ അത് കാലങ്ങളായിട്ട് അവിടെ ഇരുന്ന് അറിയുന്നതാണ്. അപ്പോൾ രോഗത്തിന്റെ ചികിത്സിക്കുന്ന ആളിന് എത്ര വർഷമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അയാളുടെ ശരീരത്തിലെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു നിർജ്ജിക്കുന്നത്. അയാൾക്ക് ആന്റിക്രൂഡ് കൊടുക്കുമ്പോൾ അയാൾക്ക് അതിൽ നിന്നുള്ള ഒരു വിടുതൽ തലയിൽ നിന്നുണ്ടാകുമ്പോൾ പക്ഷെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായേക്കാം. അത് ഒരു സ്വന്തം ഈ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഗുരു എന്നൊരു വാക്ക് മലയാളത്തിൽ പറയാറ്. എന്താണത്? ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട് നീങ്ങുന്നതാണ്, ഗുരുവിന് ഇരുട്ടിനെ നീക്കുന്നതാണ്. അപ്പം അവിടെ ഇരുട്ടുണ്ടായിരിക്കുന്നവർക്ക് മാത്രമേ ഇരുട്ട് നീങ്ങുമ്പോൾ വെളിച്ചം കൂടുതൽ പ്രസക്തമാവുള്ളൂ. വെളിച്ചത്ത് തന്നെ ഇരിക്കുന്നവർക്ക് വെളിച്ചവും ഇരുട്ടും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അസുഖം ഇങ്ങനെ എപ്പോഴും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അനേകം നമ്മുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം സംക്ഷിപ്തമായിട്ട് 3 സെറ്റപ്പിലായി ഉറഞ്ഞിരിക്കുകയാണ്. 3 സെറ്റപ്പ് മാത്രം സദാസമയം ജീവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇറിട്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ശക്തം. നാം വിചാരിക്കുന്ന എന്ത് എനർജിയാണ് അതിന് വേണ്ടി വരുന്നത്? നമ്മുടെ എനർജി, ആ എനർജി അത്രമാത്രം റെസ്പോൺസ് ചെയ്യുന്നു. ഇവിടെ വരുന്ന ഗ്രാവിറ്റി, ഹീറ്റ്, അതുപോലുള്ള മാഗ്നറ്റിസം, ഇതെല്ലാം തരണം ചെയ്ത് ജീവന്റെ കോശങ്ങൾ വളരെ പാടുപെട്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള 3 സെറ്റപ്പ് ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മളിൽ നിന്ന് തന്നെ പകർന്നു മറ്റു ജീവജാലങ്ങളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ വരുന്ന ആയാസം വഴി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. അവയെയും ചെറുത്ത് നിൽക്കുന്നതിന് ശക്തമായ രീതിയിൽ വൈറ്റൽ ഫോഴ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ പണ്ട് അൾട്ടിമേറ്റ് ക്യൂർ ഈസ് ഡെത്ത് എന്ന് ഒരാൾ എന്നോട് ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കില്ല. KV ജോൺ, തിരുവനന്തപുരം ഡോക്ടറായിരുന്നു. അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിരുന്നു. അദ്ദേഹം ഇത് ഞാൻ ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നു. അൾട്ടിമേറ്റ് ക്യൂർ എന്ന് പറയുന്ന ഡെത്താണ്. കാര്യം എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടായിരിക്കുന്നതിന് ഒരു പക്ഷേ കാരണം ഇത്രയും അയാസംസാണ്. ആയുർവേദം പറയുന്നുണ്ട്, വാദവും പിത്തവും കഫവും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ജീവൻ നിലനിൽപ്പില്ല. ഇത് 3 ഉള്ളതുകൊണ്ട് അവയുടെ പ്രതിപ്രവർത്തനം മാത്രം ഇന്ററാക്ഷനാണ് യഥാർത്ഥത്തിൽ ലൈഫ്. ലൈഫ് ഈസ് എ റിസൾട്ടന്റ് ഓഫ് ദീസ് 3 എന്ന് എല്ലാവർക്കും അറിയാം. പൊതുവെ പഠിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത്. പക്ഷെ അനുഭവിക്കുമ്പോൾ ആണ് ഈ 3 പ്രയാസവും ഇതിന്റെ എതിർത്ത് വൈറ്റാലിറ്റി, ഇങ്ങനെ പൊതുവായ എനർജി ഒരു വേണം. ഫോഴ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സ്. വൈറ്റൽ എനർജിയാണ് ഫോഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് ജീവനുള്ളപ്പോൾ. അല്ലാത്തപ്പോൾ വൈറ്റൽ എനർജി മടങ്ങിപ്പോകുന്നു. അതിൽ എനർജി ഉണ്ടായിട്ട് കാര്യമില്ല. എനർജി ഫോഴ്സ് വേണം, ഒരു വെക്ടർ വേണം, ഒരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ ഈ മയാസത്തിനൊക്കെ എതിരായിട്ട് ഇങ്ങനെ വരുന്ന മയാസം ഓരോ ഓർഗനിലും ഓരോ സെല്ലിലും
അങ്ങനെ മൈക്രോയും മാക്രോ കാസവും എപ്പോഴും എനർജറ്റിക്കലായിട്ടിരിക്കുന്ന ആ ലൈഫിന്റെ അവസ്ഥ അത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, പൾസാറ്റിൽ മാത്രം. പിന്നെ രണ്ട്, ഈ ഒരു സിംഗിൾ റെമഡി എപ്പോഴും നാം പോയി ഇന്നെ മെഡിസിനെ അത്ര അൾട്ടിമേറ്റ് ആയിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയിൽ എത്തി നിൽക്കും എന്നുള്ള ആ ഒരു തിയറി, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൊറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മയാസ്മാറ്റിക് തിയറി ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവസാന സമയം പോലും ഇത്രയും 10-90 വയസ്സായ ഒരാൾ അങ്ങേ അറ്റം മുതൽ 4 വയസ്സിലുണ്ടായ ഒരു രോഗമാണെന്ന് വെച്ചോളൂ. ഈ 90 വയസ്സായ ആളിന് മരണം കുറച്ച് നാളുകളേ ഉള്ളൂ ഇനി. എന്നാൽ പോലും കറക്റ്റായിട്ട് ഈ താഴത്തെ മരുന്നൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്യൂർ കാണാൻ കഴിയും. എങ്ങനെ റിവേഴ്സ് വരുന്നു? അപ്പൊ ലൈഫ് ഫോഴ്സിനോട് ഈ മയാസ്മാറ്റിക് അല്ലെങ്കിൽ ഡിസീസിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് അതുപോലെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈൻസ് ആണ്. ഒന്നല്ല, ഒരു ലൈൻ എന്ന് പറയുമ്പോൾ 2 ലൈനൊന്നുമല്ല, ലൈൻസ് ആണ്. ഇത് പ്ലാന്റ്സ് കൊടുത്തതിന് ശേഷം വന്ന ഒരു ചേഞ്ചാണ്. എന്തുകൊണ്ട് ആന്റിമണി ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ആന്റിമണി നല്ലതാണ്, പൾസാറ്റില്ല ഹോർമോൺ എന്നെങ്കിലും പറയാം. ആന്റിമണിക്ക് ഇത്രയും മുട്ട് അതിന്റെ ഇടയ്ക്ക് ഇന്റർനോട്ട്സും ഫ്ലവറൊക്കെ നന്നായിട്ട് വരുന്ന മുട്ടും കൊഴിയാറില്ല. അതാണ് ആന്റിമണി ചെയ്യുന്നത്. ഫ്ലവർ ഉണ്ടാക്കുകയല്ല, മറിച്ച് ആ ഫ്ലവേഴ്സ് ഒന്നും പൊഴിഞ്ഞു പോകാതെ ഇരിക്കും. അതിനാണ് ആന്റിമണിക്ക് നല്ലത്. ഇവിടെ ഇത് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പടത്തിന്റെ പ്രത്യേകത, ഇതാ പച്ച ഇലകൾ കണ്ടോ, പച്ച ഫ്രൂട്ട് ഉണ്ടോ? ഈ ഫ്രൂട്ട്, ഈ മുളക് നീല നല്ല ബ്ലൂ ആണ്. ഇത് മുകളിലേക്ക് നിൽക്കുന്ന നല്ല നല്ല മുന്തിരി പോലെ നിൽക്കുന്ന ഒരു തരം പ്ലാന്റ് ആണ്, മുളകാണ്. ഇത് ഈ ഗ്രീൻ കളറിലായിട്ട് ചേഞ്ച് ചെയ്ത് വന്നു. എന്നിട്ട് ഇനി ഇത് മഞ്ഞ നിറത്തിലേക്ക് മാത്രം പോകുന്നു. ഇത് ഞാൻ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതാണ്. ഇതാണ് ഇതിന്റെ അതിന് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ആ ചേഞ്ചസ് എങ്ങനെ വരുന്നു നോക്കും. ഇതാണ് അതിന്റെ ബ്ലൂ, യെല്ലോ, മീഡിയം സൈസാണ് ഇത് ബ്ലൂ. ഇത് പച്ച നിറത്തിലേക്ക് വന്നിട്ട് പിന്നെ പഴുക്കുന്നു, മഞ്ഞ ഇതിപ്പോ ചുവന്ന കളറിലേക്ക് പോയി. എന്നാൽ ആ പച്ച നിറത്തിൽ വന്നിട്ടാണ് അത് പോകുന്നത്. അതേസമയം നമ്മുടെ സാധാരണ മുളകെല്ലാം നീല മുളകൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കില്ല, നോക്കുമ്പോൾ കാണാം ശരിക്കും അത് ഡയറക്റ്റായിട്ട് റെഡ് കളറിലേക്കാണ് പോകുന്നത്. ഈ കളർ വേരിയേഷനിലുള്ള ആ പുറകിലായിട്ടുള്ള ആ ഒരു ഇത് എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പിന്നെ ഓറഞ്ചിൽ നിന്ന് റെഡിലേക്ക് പോകുന്നില്ല, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അത് ഷുഗർ ഓഫ് മിൽക്ക് ആണ് എന്ന് നമുക്ക് തോന്നും. കാരണം ഈ ഷുഗർ ഓഫ് മിൽക്കിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ ഷുഗർ ഓഫ് മിൽക്ക് അല്ല, മറിച്ച് ഈ നമ്മുടെ മെഡിസിൻ തന്നെയാണ്. അതിനകത്തുള്ള എലിമെന്റിന്റെ ആ വ്യതിയാനം, എലിമെന്റ് ട്രൈച്ചുറേറ്റ് ചെയ്യുമ്പോഴോ ഇതിനോട് ചേരുമ്പോഴോ അല്ലെങ്കിൽ എന്നുള്ളതല്ല. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് അവയുടെ എണ്ണം തന്നെയാണ്, എണ്ണമാണെല്ലാം എന്നുള്ളതാണ്. അപ്പൊ അത് കാരണം ഞാൻ ഇന്നും ചോദിച്ചില്ല, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, എന്താണ് ഈ മെന്റൽ ലൈഫ് കണ്ടെത്തിയ ആവർത്തന പട്ടികയിൽ പറയുന്നത്? അറ്റോമിക് വെയിറ്റ് അദ്ദേഹത്തിന്റെ കാലം വരെയും ഈ ആവർത്തന പട്ടിക ഉണ്ടാകുന്ന കാലം വരെയും അറ്റോമിക് വെയിറ്റിന്റെ ക്രമാനുഗതമായ അളവിലാണ് ഓരോ എലിമെന്റ്സിനെയും ക്രോഡീകരിച്ചിരുന്നത്. അറ്റോമിക് വെയിറ്റിന്റെ അതിന് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഒരു ഇലക്ട്രോണിന്റെ വ്യതിയാനത്തിൽ ഓരോ എലമെന്റും വ്യത്യാസപ്പെടുന്നു. ഇപ്പൊ ഹൈഡ്രജനും ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണ് ഉള്ളത്. നമുക്ക് സാധാരണ അറിയാം, എങ്കിലും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. ഒരു ഹൈഡ്രജൻ, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണുമാണ്. ഈ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും ഇനി 98ാമത്തെ എലിമെന്റ് ആയിരുന്നാലും, കാർബണിന്റെ എലിമെന്റ് ആയിരുന്നാലും, ഗോൾഡിന്റെ എലിമെന്റ് ആയിരുന്നാലും, ഗോൾഡിന്റെ ഇലക്ട്രോണും ഈ സിൽവറിന്റെ ഇലക്ട്രോണും, നൈട്രജന്റെ ഇലക്ട്രോണും, ഹൈഡ്രജന്റെ ഇലക്ട്രോണും അവയുടെ ഫിസിക്കൽ, ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക്കൽ എഫക്റ്റില് തുല്യമാണ്. അത് എല്ലാവർക്കും അറിയാമോ? നിങ്ങൾ എത്ര പേർക്ക് അറിയാം? മറ്റേ ഡോക്ടർ ചോദിക്കും പോലെ എത്ര പേർക്ക് ഇത് അറിയാം? ഞാനിത് അന്ന് മുതലേ അറിയാം, ഞാനിത് ശ്രദ്ധിക്കുകയാണ്. അപ്പൊ എന്നിട്ട് പോലും അപ്പോൾ ഒരു ഹൈഡ്രജൻ അയോൺ ആണ്, 2 എണ്ണം ചേരുമ്പോൾ അത് ഹീലിയം ആകുന്നു. എന്നാൽ ഒരു ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോണും വരുമ്പോൾ ഹൈഡ്രജൻ ആയിട്ട് അടുത്ത എലിമെന്റ് ആവുകയാണ്. ഇപ്പോൾ ഓക്സിജനും കാർബണും എല്ലാം ഓരോ പ്രോട്ടോണിന്റെ വ്യത്യാസത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ഇലക്ട്രോണിനെ നമുക്ക് തടയാം, ഇലക്ട്രോൺ പുറമേ ഉള്ളതാണ്, എനർജിയാണ്, ചാർജ് ആണ്, എനർജി അല്ല. ഇലക്ട്രോൺസ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിപ്പോൾ 12 ആണെങ്കിൽ 12 ചാർജ് എന്ന, അല്ലെങ്കിൽ 12 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ബാഹ്യ തമാശയില്ല, അല്ലാതെ വല്ല ഔട്ടർ മോസ്റ്റ് സ്റ്റെലിൽ 12 ആണുള്ളതെങ്കിൽ 12 ഇലക്ട്രോൺസ് ഉണ്ട്, 12 ചാർജാണ്. അതിങ്ങനെ 12 ചാർജായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അത് ഇവരുടെ എക്സ്പെരിമെന്റിലെല്ലാം ഓരോന്നായിട്ട് തന്നെ അത് വ്യതിയാണ്. കാരണം അവയുടെ സ്പിൻ, ഓരോ ചാർജും ഓരോ ലെവലിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിന്നാണ് അവയെ പ്രത്യേകമായി ചാർജ് ഉണ്ടെന്നും ഇത്രയും ഉണ്ടെന്നും ഒക്കെ ബോർ മോഡലിലെല്ലാം അവർ കണ്ടെത്തിയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡികളിലും
ഇത് എനർജി ലെവലിലുള്ള സ്പിന്നും മറ്റാണ് ക്വാണ്ടം അവയുടെ സാധ്യതയാണ്. ഇപ്പോൾ ഈ ഷെല്ല് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കാണാവുന്ന സാധ്യതയാണ്. കുറച്ച് ദൂരോട്ട് കുറച്ച് രണ്ടെണ്ണം കാണും, ആ ഒരു ഷെല്ലിൽ രണ്ടെണ്ണേ കാണുള്ളൂ. എന്നാലും ഒന്നിൽ 8 അടുത്തത് 8 പിന്നെ ഒന്നുകൂടി 8 തികയ്ക്കാനുണ്ടെങ്കിൽ 8 അല്ലെങ്കിൽ 7 ആയിട്ടിരിക്കുന്നു, 6 ആയിട്ടിരിക്കുന്നു, 3 ആയിട്ട്. 8 കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടെങ്കിൽ അടുത്ത ഷെല്ലിലാണ്. പിന്നെ 8 കഴിഞ്ഞാൽ 32. ഇങ്ങനെ 32 ആ ഒരു ഓറിയന്റേഷൻ മാത്തമാറ്റിക്സിന്റെ വെറും മാത്തമാറ്റിക്സ് ആണ്. നമ്മളെല്ലാം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ് എണ്ണമെന്നും പറഞ്ഞ് കഴിഞ്ഞു. എണ്ണത്തിനാണ് പ്രാധാന്യം. ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസത്തിലും ഒരു പ്രോട്ടോണിന്റെ വ്യത്യാസത്തിലും ഒരു എലിമെന്റ് എന്തുമാത്രം വ്യത്യാസപ്പെടുന്നു ഫിസിക്കലി, കെമിക്കലി ആൻഡ് മാഗ്നറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ട്. പക്ഷെ ഇവയിലെല്ലാം ഇലക്ട്രോൺസ് ഓരോന്ന് മാറ്റി വെച്ചാൽ സയൻസ് ഇന്ന് പറയുന്നത് അങ്ങനെയാണ്. എനിക്ക് അത് താല്പര്യം, എനിക്കത് അറിഞ്ഞുകൂടാ, ഞാനത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് പറയുന്നത്. ഈ ഇലക്ട്രോൺസ് എല്ലാം അങ്ങനെ തുല്യമായിരിക്കുമോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ. എങ്ങനെ ആകാൻ സാധിക്കും? ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ തന്നെ ഗോൾഡിന്റെ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? എന്നാലാണ് ഇന്നുവരെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇന്നുവരെ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡത്തിലേ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നാം വിശ്വസിക്കുക. അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ഈ വളരെ കൂടുതലായിട്ട് ഇതിന്റെ ലെവലിലൊക്കെ ഉള്ള വെച്ച് ഹോമിയോപ്പതിയെ കുറിച്ച് അനലൈസ് ചെയ്യാൻ. അങ്ങനെ ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ലൈഫിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓരോ ന്യൂറോണിലും ഓരോ സെല്ലിലും ആക്ഷൻ ഉള്ളതാണോ എന്നുള്ളത് എല്ലാവരും നന്നായിട്ട് മനസ്സിലായി. ഇപ്പൊ അടുത്ത കാലത്ത് ഈ ക്യാൻസർ സെൽസിന്റെ സ്റ്റഡീസിലൊക്കെ ഒരുപാട് മനസ്സിലാക്കി വന്നിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളിലെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ 2010 ഒരു കേരള കൗമുദിൽ ഞാൻ കണ്ടു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റേ അമൃത മാതാമയുടെ ഹോസ്പിറ്റലിൽ ഒരു ക്യാൻസർ സെല്ലിനകത്ത് അവർ അപ്ലൈ ചെയ്ത എന്തോ ഒരു മെഡിസിന്റെ പാർട്ടിക്കിൾ കണ്ടു എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നു. സെല്ലിനകത്ത് അപ്ലൈ ചെയ്ത മരുന്നിന്റെ പാർട്ടിക്കിൾ കണ്ടു എന്നാണ്. അതിലെന്താ വിശേഷമെന്ന് എനിക്ക് അന്നൊന്നും തോന്നിയില്ല. പക്ഷേങ്കിൽ അത് അവരുടെ സയന്റിഫിക് ആയിട്ട് വലിയൊരു റിസർച്ച് പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്ത് കാണാൻ പറ്റി. കാരണം ആ സെല്ലിനെ നശിപ്പിക്കാൻ അതിന് കഴിയും. അവിടെ എത്തിച്ചു, ആ സെല്ലിൽ എത്തിച്ചു. അത് തന്നെയാണ് വേണ്ടതെന്ന് ഇപ്പൊ പറഞ്ഞ് അൾട്രാ ആൻഡ് മൈക്രോ ന്യൂക്ലിയോളജി സയൻസ് ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. ആ സെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പുതിയൊരു മെഡിസിൻ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ക്യാൻസർ സെൽസിനെ മാത്രം നശിപ്പിക്കാനുള്ള ടാർഗറ്റ് അതാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിരുന്നു. അന്ന് ആർണിക്ക എന്ന് പറയുന്ന അടുത്തൊരു പേജില് ആ സമയത്ത് ആർണിക്കയെ കുറിച്ച് ഒരു അഭിപ്രായം വന്നു. ആർണിക്ക എന്ന് പറഞ്ഞ പഠനം വെറും കള്ളമാണ്, ഒന്നുമില്ല എന്നും പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസമാണ് ഞാൻ ഈ ആർണിക്ക ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോസ്കോപ്പിലൂടെ. ആർണിക്ക ടിഞ്ചർ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൊച്ചു വളരെ ചൈനി ആയിട്ടുള്ള, എന്നാൽ ഇതിന്റെ ആ സെൽസിന്റെ ഒരു ഒന്നായിട്ട് ചെയിനിന്റെ ഒരു കണ്ണി എങ്ങനെ ഇരിക്കും, എല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. അതുപോലെ അങ്ങനെ സൈഡ് അറ്റത്ത് ഇങ്ങനെ ചെറിയ കട്ടിങ്, പണ്ട് ഇങ്ങനെ ഒരു കട്ടിങ് ചെയിൻ ഉണ്ടായിരുന്നു. ആ ചെയിൻ പോലെ ഇങ്ങനെ ഒരുപാട് കുഞ്ഞ് ഇലുവാരി ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നീളത്തിന്റെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുറേ സാധനങ്ങൾ സെയിം സൈസായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആർണിക്കയിൽ. അത് പിന്നീടും കണ്ടു, അതിന്റെ പുസ്തകത്തിലുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അപ്പൊ ആ ഘടകങ്ങൾക്ക് സെൽസിന്റെ അകത്ത് കയറാനുള്ള സാധ്യത എത്രയോ എളുപ്പമാണ്. ആർണിക്ക ഇന്ന് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ആർണിക്ക ഇന്ന് ബ്രെയിനിന്റെ ഗ്ലിയൽ സെൽസിലെല്ലാം എന്ത് ആക്ഷൻ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അനുഭവത്തിലൂടെ എത്രയോ പേര് പറയും. എങ്ങനെ എത്ര പെട്ടെന്ന് ആർണിക്ക ഇത്രയും വേഗം അബ്സോർബ് ചെയ്ത വാട്ടറിനെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിനെ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ബ്രെയിനിന് ഹെൽത്തി കൊടുത്ത് വളരെ പെട്ടെന്ന് അത് റിക്കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയുള്ള കണക്ടിവിറ്റി കൊടുക്കുന്ന ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയി വർത്തിക്കുന്ന ആ ചെറിയ ഘടകങ്ങൾ അല്ലേ? അല്ല ആർണിക്ക എന്ന് പറയുന്നത് വെറും മണമാണോ? അല്ല ആർണിക്ക എന്ന് പറയുന്ന ഈ പച്ച പുറത്തെടുത്ത് ഒഴിക്കുന്ന സാധനമാണോ? അല്ലെങ്കിൽ ആർണിക്ക ഓയിലാണോ? എല്ലാമാണ്. ഇനി അടുത്ത് ഞാൻ പറയുന്നത് ഇതാണ് ബയോമിക്സ് എന്ന്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ബയോമിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫെർട്ടിലൈസർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബയോമിക്സ്, മെഗ്നീഷ്യം, മാഗ്നറ്റ്സ്, ആക്സൾഫ്, പൊട്ടാഷ്യം, ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് കുറച്ചൊരു മിക്സ് ഉണ്ട്. ഇപ്പം അത് വാങ്ങി ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ അത് എക്സസ് ആയിട്ട് ലീഫിൽ കണ്ടതാണ്. അപ്പം എക്സസ് ആണെങ്കിൽ ഇതേപോലെ ലീഫിന്റെ സൈഡിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്ത് കരിഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ ഏരിയ ഇതാണ് നെക്രോസിസ് എന്നാണ് പറയുന്നത്, നെക്രോട്ടിക് ഏരിയ. ഇങ്ങനെ ആ പോകുന്ന അത് കാണാൻ പറ്റിയാണ് ബയോമിക്സ്. ഇതും ബയോമിക്സ് ആണ്. ഈ സൈഡിന്റെ കരിവ് കാണാൻ പറ്റിയാണ്, കരിഞ്ഞു പോയി ബയോമിക്സിന്റെ. അടുത്തത് ഇത് കണ്ടോ, ഇത് ബയോമിക്സിന്റെ ആണ്. ബയോമിക്സിന്റെ പ്ലാൻസിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഒന്ന് കണ്ടതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റൊമാറ്റോ എന്ന് പറയുന്ന ഈ അടഞ്ഞിരിക്കുന്ന കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത്? ഇങ്ങനെ തിക്കായിട്ട് വരുന്നതിന് കാര്യം എന്താണ്? ഇതിന് ചുറ്റുമുള്ള ലാമല്ല കളക്റ്റീവ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഗാർഡ് സെൽസ് എല്ലാം നല്ല സ്പഞ്ചി ആയിട്ടിരിക്കുകയാണ്. ഇത് കാണാൻ വേണ്ടിയാണ്. ഇതുണ്ടോ? ഇത് നല്ലൊരു സ്റ്റഡിയാണ്, വളരെ കൂടുതൽ. എനിക്കിതൊന്നും പൂർണ്ണമായിട്ട് ഞാൻ കണ്ടമാനം വായിച്ചു.
എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ അറിഞ്ഞുള്ളൂ എന്നതിന് ഞാനിപ്പോഴും വായിക്കുന്നുണ്ട്. അതിന് കഴിയുന്നത് കൊണ്ട് ഇപ്പോൾ ഇത് ഇരിക്കുന്നുമുണ്ട്. അതൊക്കെ ഇരിക്കാൻ തന്നെ പാടാണ്. എന്നെ തപ്പിയപ്പോൾ എൻ്റെ പല ഇതും ഇപ്പോൾ ഓപ്പണായി വരുന്നില്ല. ഈ സാധനം തന്നെ നമ്മൾ പല ഭാഗത്തും കൊടുന്ന് ടെസ്റ്റ് ചെയ്തും മറ്റുമൊക്കെയാണ് ഈ ലാപ്ടോപ്പൊക്കെ വരുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നത് സാങ്കേതികമായിട്ടുള്ള ഇന്നത്തെ വൈദ്യുതങ്ങളാണ്. അതെല്ലാം അറിവിൻ്റെ ഭയങ്കരമായിട്ടുള്ള നഷ്ടം വരുന്നു നമ്മുടെ ഈ ഇത്തരത്തിലുള്ളവ. പുസ്തകങ്ങളല്ലാതെ ഒന്നും കൂടുതൽ നിൽക്കില്ല. പുസ്തകങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നവരെ ഈ കാര്യങ്ങളൊന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സാങ്കേതികങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടതിൽ തന്നെ ഇരിക്കും. ബയോമിക്സിന്റെ മറ്റൊന്നാണ് ഇത്. കണ്ടോ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നതാണ് ഇത്. ലീഫിന്റെ ആ ഒരു വെളുത്ത ഭാഗം വരുമല്ലോ, വാടി, അതിപ്പോൾ ഉണ്ടാകും. എന്നിട്ട് പോലും അതിന്റെ ടെക്സ്ചറിന് എന്തെങ്കിലും നാശം വന്നോ? കേട്ടോ, ഈ ഞാൻ തൊട്ട് കാണിക്കുന്നതല്ല സ്റ്റൊമാറ്റോ കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. ഓപ്പണിങ് ഒരേപോലെ ഇരിക്കുന്നുണ്ട്. കരിഞ്ഞു പോയില്ല, ചീഞ്ഞു പോയില്ല, നെട്ടോട്ട് കയറിയില്ല. നല്ല ലീഫാണ്. അത് ബയോമിക്സ് ആയതുകൊണ്ടാണ്. ഫുഡ് നന്നായിട്ടുള്ള ഇത് കണ്ടോ, ഈ കാമ്പിയം അല്ലെങ്കിൽ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുറമേയുള്ള ലീഫിന്റെ സൈഡാണ് ഇത്. മാക്സ് സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്. ഇത് ഞാൻ എൻ്റെ വേറൊരു പേപ്പറിൽ ഞാൻ കൊടുത്തതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സൾഫേറ്റ്, പ്ലാന്റ്സിന് മെഗ്നീഷ്യമാണ് പ്രധാനം. അപ്പം നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അയണാണ്. അയണിന് ചുറ്റുമാണ് ഈ മറ്റ് ഘടകങ്ങൾ ഉള്ളത്. ഇപ്പോൾ നൈട്രജനും പിന്നെ മാറ്റും ചേർന്നിട്ടുള്ള ചെയിൻ വന്നിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ പ്ലാന്റ്സിനെല്ലാം ഏറ്റവും കൂടുതൽ ആ പച്ച നിറം എന്നത് മെഗ്നീഷ്യമാണ്. ഒരു മെഗ്നീഷ്യം മോളിക്യൂള് ഒരു ക്ലോറോഫില്ലിലുണ്ട്, ഒരു മോളിക്യൂളിലുണ്ട്. ബാക്കി ഇങ്ങനെ ചുറ്റുമുള്ള മറ്റൊന്ന് ക്ലോറിനും അതുപോലുള്ള മറ്റു ഘടകങ്ങളൊക്കെ ചേർന്ന് സൈക്ലിക് ചെയിനായിട്ട് വരുന്നത്. ഇത് രണ്ടിലും ആ ഇടയ്ക്കുള്ള രണ്ടാമത്തെ സെറ്റപ്പ് ഹീമോഗ്ലോബിനും മെഗ്നീഷ്യവും ഇതൊന്നും, മെഗ്നീഷ്യം ഇതിലും മറ്റത് ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഒരു റിങ് രണ്ടിലും ഹീമോഗ്ലോബിനിലും പ്ലാന്റിന്റെ ക്ലോറോഫില്ലും ഒരുപോലെയാണ്. അവിടെ അതൊക്കെ പ്ലാന്റ് പരിണാമത്തിന്റെ ചില തെളിവുകളാണ്. ബയോ മിനറൽ മിക്സ് തന്നെയാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് കുറച്ചുകൂടെ 10M സൈലീഷ്യ 10M കൊടുത്തിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിന്റെ തണ്ടിന് വന്ന ചീഞ്ഞ് പോയി. തണ്ട് ചീഞ്ഞിട്ട് ഒടിഞ്ഞ് താഴെ പോയി. ബാക്കി ലീഫിനൊന്നും കുഴപ്പമില്ല. ലീഫിനെ കുറച്ച് വിൽറ്റ്, അതായത് മഞ്ഞിച്ചു പോയി, വെള്ളം കുറഞ്ഞു പോയി. പക്ഷേ തണ്ട് പെട്ടെന്ന് ചീഞ്ഞ് രണ്ടും പോയി. സൈലീഷ്യ 10M ആണ് കേട്ടോ. ഇത് ആദ്യം കൊടുത്തപ്പോൾ തന്നെ ഉള്ളത് സൈലീഷ്യ 10M അല്ല, ഇത് 50M ആണ്. ഈ ബോട്ടിലിന്റെ സൈഡിൽ കാണാം കേട്ടോ, 50M സൈലീഷ്യ 50M കാണാമോ? 50M കാണാമോ? 95 ചെയ്തതാണ്. 95 ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇതൊക്കെ അവിടെ കിടക്കുകയാണ്. ഇനിയും ഒരുപാട് പ്ലാന്റ്സ് ഞാൻ കാണാൻ വായിക്കാനും ഇനിയും കിടക്കുകയാണ്. ഇത് സൈലീഷ്യ 10M തന്നെ. ഞാൻ നേരത്തെ കാണിച്ചതിന്റെ വലിയ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കാണാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെയാണ് നേരത്തെ പ്ലാന്റിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഈ പ്ലാന്റ് എടുത്തപ്പോൾ കണ്ടില്ല. ഇതുപോലെ ബ്ലാക്ക് സ്പോട്ട് ആ ജീവി ഇരിക്കുന്നതാണ്, മൈക്രോ ആണ്. പിന്നീട് പ്ലാന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈലീഷ്യയുടെ പരിസരത്ത് പോലും ഈ പ്ലാന്റിന് ഈ ജീവി വരില്ല. ചെറിയ പച്ച ഇത് ഞാൻ മുമ്പ് കാണിച്ച ഒരേ ഒരു പിക്ചർ എന്ന് പറഞ്ഞില്ലേ, ഇത് മാത്രമാണ് പഴയ പിക്ചർ. അതായത് ബോറാക്സിന്റെ എക്സസ് കാണിക്കാൻ വേണ്ടിയാണ്. ബോറോൺ അവിടെ ലീഫില് ചന്ദ്രക്കല പോലെ ഒരു നെക്രോസിസ്. മൊത്തം ലീഫ് ഒരുമാതിരി കരിഞ്ഞു ഓൾഡ് ലീഫ് ആയതുകൊണ്ടാണ് നെക്രോസിസ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കണ്ണ് ഒരു ഇൻസെക്റ്റ് ആണ്, ഇൻസെക്റ്റ് ബൈറ്റ് ആണ്. ഇൻസെക്റ്റ് വഴിയുള്ള കുഴപ്പം ഇതേപോലെ കാണും. ഇതാണ് ഇൻസെക്റ്റ് വഴിയുള്ള ലീഷൻ എക്സ്റ്റേണൽ. ഇത് അതേസമയം ഇത് ബോറോണിന്റെ എക്സസ് വഴിയുള്ളതാണ്. ഇനി ഈ മുളകിന് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞിപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ, ഈ ലീവിലെ അടിയിൽ വെളുത്ത ഒരുമാതിരി പൂപ്പൽ വരുന്നത്. ഇത് ഞാൻ ഒരുപാട് വർഷം ഈ പ്ലാന്റ് ഇതിന് ശേഷം നിന്നു. അതിൽ പെട്ട ഒന്നാണ് ഈ പ്ലാന്റിൽ നിന്ന മുളകാണ് ഞാൻ നേരത്തെ കാണിച്ചത്. കുറച്ചിങ്ങനെ ഡിഫറെന്റ് വന്നില്ലേ, ഗ്രീനും പിന്നെ റെഡും അങ്ങനെ വന്ന വലിയ മുളകായി. ഇത് ചെറിയ കുട്ടി പ്ലാന്റ് ആയിരുന്നപ്പോൾ അപ്ലൈ ചെയ്തതാണ്. അത് തന്നെ കുറച്ചുകൂടെ ഇതായിട്ട് കാണിക്കുന്നത് നമുക്ക് നല്ല ഹെൽത്തിയാണ്. നമ്മൾ മെഡിസിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. ഞാനൊരു മിക്സാണ് ഇതിന് കൊടുത്തത്. 2-3 മെഡിസിൻസ് ഉണ്ട്. ഈ ഫോസ്ഫറസ് കിട്ടുന്നതിന് വേണ്ടി പ്ലാന്റ്സിൽ ഞാൻ കൂടുതലായിട്ട് ആസിഡ് ഫോസ് ആണ് ഉപയോഗിക്കുന്നത്. ആസിഡ് ഫോസ് ഉപയോഗിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ എങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഓരോ ഐഡിയ അങ്ങ് വന്നു, കുറച്ചൊക്കെ ചെയ്ത് നോക്കി കറക്റ്റായി. ഇനി മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, പല മെഡിസിൻസും ഫോളോ അപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞ ചില മെഡിസിൻസ് ഫോളോ അപ്പിന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ വിട്ടുപോയി, ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. ഫോളോ അപ്പ് എന്ന് പറയുന്ന നമ്മുടെ മെഡിസിൻസ് എങ്ങനെയുണ്ട്? ഇപ്പൊ സൈലീഷ്യ ഫോസ്ഫറസും റെമഡീസ് കോംപ്ലിമെന്ററി ആണ്.
അപ്പോൾ അത് ബോറിക്കിൽ നോക്കിയാൽ കാണാം. പക്ഷേ അലൻസ്കി നോട്ടിലൊന്നും അത് കാണുന്നില്ല എന്ന് തോന്നുന്നു. സൈലീഷ്യയും ഫോസ്ഫറസും കോംപ്ലിമെന്ററിയാണ്, ബോറിക്കിൽ കാണാം. പക്ഷെ അത് എങ്ങനെയാണ് ഈ കോംപ്ലിമെന്ററി വരുന്നത് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം? ഇവിടെ ഞാൻ അതിന്റെ പ്രസക്തി ഈ ക്ലാസ്സിൽ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്ലാന്റ്സുമായിട്ട് പറയുന്നത് എക്സസ് ഡെഫിഷ്യൻസി, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. എക്സസ് എന്ന് പറയുന്നതാണ് ഡെഫിഷ്യൻസി, ഡെഫിഷ്യൻസി എന്ന് പറയുന്നതാണ് എക്സസ്. അങ്ങനെ ചിന്തിക്കേണ്ടി വരും. അതായത് നമ്മൾ ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എക്സസ് ആയിട്ട് സൈലീഷ്യയോ ഇന്ററാക്ടോ മറ്റൊരു മെഡിസിൻസോ കൂടുതലായിട്ട് നിൽക്കും പ്ലാന്റ്സിന്. അനിമൽസിനും അങ്ങനെ ആയിക്കൂടെ? സൈലീഷ്യയുടെ അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ എക്സസ് കൊണ്ട് സിലിക്ക പോലുള്ളതോ കാൽസ്യത്തിന്റെയോ ആയിക്കൂടെ? അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഡിസീസിന്റെ സിംറ്റമറ്റോളജി പരസ്പരം കോറിലേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ അവ ഇങ്ങനെ മറ്റേ ഗണം 1, 2, 3, ഗണം 3, 4, 5 3 ക്രോസ് ചെയ്ത് വരുന്നു. നമ്മൾ മലയാളത്തിലാണ് മാത്തമാറ്റിക്സ് ഒക്കെ, ഞാൻ SSLC മലയാളമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സിംറ്റമറ്റോളജിയെ കോറിലേറ്റ് ചെയ്ത് ഇങ്ങനെ കോറിലേറ്റ് ചെയ്ത് ചെറുത് വായിച്ചു കഴിഞ്ഞാൽ എലിമെന്റ്സ് എല്ലാം നന്നായിട്ട് പഠിക്കാൻ കഴിയും. ഈ ക്രിസ്റ്റൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ പിക്ചർ എടുത്തത്. ഈ ക്രിസ്റ്റൽ ഇങ്ങനെ കിടക്കുന്നുവെങ്കിലും ഇത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തതാണ്. സാധാരണ മൈക്രോസ്കോപ്പിൽ റൗണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിന്റെ ഭാഗം പോലെ. കെട്ടിടം എന്ന് അറിയാമല്ലോ, കെട്ടിടം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മേൽക്കൂര ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന പോലെയാണ് കാണുന്നത്. ഇത് ചരിഞ്ഞാൽ ഇതാണ് ഒരെണ്ണം നേരെ കണ്ടു കിട്ടിയത്. അത് എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഒരു ഭാഗം കാണാം, അത് കാണിക്കാൻ വേണ്ടി ഇവിടെ കണ്ടോ ഒരു ചെറിയൊരു ആംഗിൾ ഇങ്ങനെ, അതാണ് ഇതിലുള്ളതാണ്, ഇതിൽ കൂടെ ഉള്ളതാണ്. അപ്പൊ ഇത് കിടക്കുന്നത് തിരിഞ്ഞ് കിടന്ന് ഒരു സൈഡ് ചെരിഞ്ഞ് കിടന്നാൽ ഈ ആംഗിളിൽ ഒരു കൂരയുടെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഒരു ആംഗിൾ ചരിഞ്ഞ മുഖപ്പ്, അതിന് കെട്ടിടത്തിന്റെ അതുകൊണ്ടൊരു മുഖപ്പ് എന്ന് പറയും. കെട്ടിടത്തിന്റെ ആ ഭാഗം ആംഗിളിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ, അത് എല്ലാ മുളകിന്റെ ലീഫിലും കാണാം. മുളകിന്റെ എടുത്ത് നോക്കിയാൽ ലീഫിൽ ഇത് കാണാം. ലീഫ് എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് സൈലീഷ്യ നല്ല സ്പിരിറ്റിൽ ഒരുപാട് ദിവസം വെച്ചതിന് ശേഷം അതിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വാഷ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ക്രിസ്റ്റലാണ്. ഇനി ഇതിൽ കാണാനുള്ളത് ഇതേക്കുറിച്ച് ലീഫിന്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇൻസെക്റ്റ് കടിച്ചതാണെങ്കിലും ഇതൊരു മെഡിസിനൽ ആയിട്ട് കിട്ടിയ ആക്ഷനാണ്. എൻ്റെ ഒരു കോമ്പിനേഷൻ മെഡിസിൻ ആൻറ്റിം ടാർട്ട്, പൾസാറ്റില, ഇങ്ങനെയുള്ള കുറച്ച് കാൽസ്യം ഇല്ല, സൈലീഷ്യ, ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ്. ഇതിനകത്ത് സൈലീഷ്യ ഇല്ല. പൾസാറ്റില, അലൂമിന, മെർക്കുറി, ഇങ്ങനെയൊക്കെയുള്ള കുറേ എലിമെന്റ്സ് ചേർത്തിട്ട് കിട്ടിയ നല്ലൊരു ചേഞ്ചാണിത്. കത്തിരിക്കയുടെ ലീഫാണിത്, വലിയ കത്തിരിക്കയുടെ. കാൽഷ്യം കക്ക, കൊണ്ടമാനം കക്ക ഉപയോഗിച്ച് പൊടി ഉപയോഗിച്ചാൽ ഇതുപോലെ കാണും. നല്ല ഗ്രീനും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കണ്ടും. ഇത് നെക്രോട്ടിക് ഏരിയ, അകത്ത് ഡെഡ് ഏരിയ ആണ്. അതായത് കാൽസ്യം ഡെപ്പോസിറ്റ് ആയിട്ട് പോലും തോന്നും. കാൽസ്യം ഡെപ്പോസിറ്റും ആയിരിക്കാം ചിലപ്പോൾ. ഇടയ്ക്ക് ഇങ്ങനെ അടിഞ്ഞ് ലീഫ് കിടക്കുന്നതാണ്. ഇത് മൈക്രോസ്കോപ്പിക്കലായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അല്ലാതെ നോക്കുമ്പോൾ നല്ല കടുത്ത ഇലയ്ക്ക് നല്ല ലീഫും ഗ്രീനും കാണും. ഇത് മൈക്രോസ്കോപ്പിക്കലായിട്ടുള്ള സ്ട്രക്ചറാണ്. കാൽസ്യം ക്യൂ, കാൽസ്യം തന്നെ ചുണ്ണാമ്പ് പൊടി, കുമ്മായപ്പൊടി നന്നായിട്ട് കലക്കിയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ സിലിക്കയുടെ നോക്കൂ, സിലിക്ക, ഇതിന്റെ ആ നാരുണ്ട്, നല്ല ടൈറ്റ് ആയിട്ടുള്ള നാര് കാണാൻ കഴിയും. ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലോയം സൈലത്തിന്റെ ലീഫിന്റെ എന്താ പറയുക, നാര് കുറച്ച് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇതിൽ ഒറ്റ ഇതുപോലും കാണാൻ കഴിയില്ല. ഇവിടെ ഒരെണ്ണം മാത്രം കാണാം. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നിങ്ങൾക്ക് സ്റ്റുമാറ്റ കാണാൻ കഴിയും. സൈലീഷ്യ എല്ലായ്പ്പോഴും പുറമെയും അകമെയും വാട്ടറിനെ അബ്സോർബ് ചെയ്യുകയോ വാട്ടറിനെ പുറന്തള്ളുകയോ ചെയ്യുന്നു. എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വാട്ടർ ഡീഹൈഡ്രന്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറിയ സാക്കിലൊക്കെ പ്ലാന്റ്സ് മെഡിസിൻ്റെ ഇതിനകത്ത് സാക്കിൽ ഇട്ടിരിക്കുന്നതാണ്. വാട്ടർ ഡീഹൈഡ്രേറ്റ് ആക്കാനാണ്. അത് കാരണം ഫംഗസ് ഒന്നും വരുന്നില്ല എന്നുള്ളതാണ്, പൂപ്പൽ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാട്ടറുമായിട്ടുള്ള അതിൻ്റെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ വാട്ടറിനെ പുറന്തള്ളുകയാണ്. വാട്ടറിനെ അവിടെ ഇരിക്കാതെ വാട്ടറിന് മോളിക്യൂൾസിനെ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ റേഡിയോ സ്റ്റേഷനിലേക്ക് ചെന്ന് ഞാൻ ഈ വാക്വം സൗണ്ട് അബ്സോർബൻ്റ് ആയിട്ടുള്ള റൂംസിൽ ഇട്ടേക്കുന്ന സാധനം എന്താണെന്ന് അറിയാം, സിലിക്കയാണ്. വലിയ സിലിക്ക ക്രോസ് പാർട്ട് ഇങ്ങനെ നിറച്ചിട്ടേക്കും. റേഡിയോ സ്റ്റേഷനിലേക്ക് നമ്മൾ വോയിസ് റെക്കോർഡിങ്ങിനൊക്കെ പോയിരിക്കുന്നത് കാണാം. അതിനകത്ത് ശരിക്കിട്ട് നല്ല ശബ്ദമുള്ളത്, അതും ഈ ഹൈഡ്രൻ വാട്ടറിന്റെ അളവ് പറഞ്ഞിട്ട് അതിനകത്തുള്ള സൂക്ഷ്മ താപത, അതായത് എന്താണ് പറയുന്നത്, വാട്ടറിന്റെ ആ ഒരു ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്. സിലിക്ക ഉപയോഗിക്കുക. ഇത് ഫ്രഷ് ഇൻ വാട്ടർ. നമ്മൾ പരീക്ഷിക്കുമ്പോൾ വാട്ടറിലാണല്ലോ പ്ലാന്റ് ഉപയോഗിക്കുന്നത്. ഇത് ഫ്രഷ് ആയിട്ട് വാട്ടറിലിട്ട പ്ലാന്റാണ്. ഇത് കണ്ടല്ലോ, ഇതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം അറിഞ്ഞ്
നല്ല പഫിയായിട്ട് നല്ല വെള്ളം കാണണം നിറഞ്ഞിരിക്കാൻ കൂടുതൽ വാട്ടർ. പെപ്പറോമിയ പ്ലാന്റ് ആണ് സാധാരണ ഉപയോഗിക്കുന്ന പെപ്പറോമിയ പ്ലാന്റ്. ഇപ്പം നമുക്ക് സമയം ഇത് 3 സൈലീഷ്യ മിനിറ്റ് ടെൻസിഡെ 3 ഇത്രയേ ഉള്ളൂ, മിനിറ്റേ ഉള്ളൂ. ഇത്രയും കൂടെ ഉള്ളൂ, ആ ഇത്രയും കൂടെ ഉള്ളൂ. ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. 3 മിനിറ്റ്. സൈലീഷ്യ പയറിന്റെ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൽ വരയ്ക്കുന്ന പയറിന്റെ തൈ കാണാൻ വേണ്ടി. പയർ ചെടി നല്ല ഒരു ബോക്സ്, മറ്റേ ഈ മറ്റേ സിനിമ തിയേറ്ററിലെ ഫിലിം ബോക്സ് പോലെ നന്നായിരിക്കുന്നുണ്ട്. പയർ പി എന്നാണ് തീയുടെയാണ്. ഇത് പയറിന്റെയാണ്. ഇത്രയേ ഉള്ളൂ. ഈ പിക്ചർ ഇവിടെ തീർന്നു. പയറിന്റെ ലിമൺ ഈ ക്രിസ്റ്റൽ കാണിക്കാനാണ്. കേട്ടോ, അകത്ത് ഒരു ചേർന്നാണ്. എന്നാൽ സാൾട്ടിന്റെ ക്രിസ്റ്റൽ പോലെ അല്ല, അത് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾ സാൾട്ടിന്റെ ക്രിസ്റ്റൽ ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു വ്യത്യാസം കാണും. എന്താ, ഈ അകത്ത് വന്നിട്ട് ഇവിടെ ഒരു ചെറുതാണ്, സൈഡിൽ വരുന്ന ക്രിസ്റ്റൽ കാണുന്നത്. പി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പി തന്നെ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തീർന്നു. ഇത് മറ്റേ ശവനാറി അല്ലെങ്കിൽ ശവക്കോട്ടപ്പച്ച എന്ന് പറയുന്ന ഫ്ലവർ കാണാൻ വേണ്ടി. ശവനാറിപ്പൂ എന്റെ തീർന്നു. അപ്പൊ ഇത്രയുമാണ് എനിക്കിന്ന് ഈ ക്ലാസ്സിലെ. അടുത്ത ദിവസം നമുക്ക് ഇനിയും ഇത് തുടരാം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ അനുബന്ധ പഠനം നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ ഒരു മെമ്മറി കാർഡ് കൂടെ ഓപ്പണായി വന്നപ്പോൾ എനിക്കും കൂടി വളരെ സന്തോഷമായി. കുറേ വീണ്ടും ബാക്കി കിടപ്പുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തായിരുന്നാലും പറ്റുമെങ്കിൽ ഇത് കുറച്ചുകൂടി പിക്ചറുകൾ കാണിക്കാം. ഇന്ന് നന്ദി എല്ലാവർക്കും. നന്ദി ഡോക്ടറെ. ഡോക്ടറുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീൻ ക്ലോസ് ചെയ്യാവോ സാറേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. സമയം അധികം ഇല്ല എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഷീല ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. ഷീല. ഡോക്ടറെ നമസ്കാരം. എനിക്കൊരു സംശയം. ഡോക്ടർ പറഞ്ഞല്ലോ ചെടിയിലെ പ്ലാന്റ്സിലൊക്കെ ലീവ്സിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടി പോലെ, അതായത് നമ്മൾ അരിപ്പൊടി പറ്റിയിരിക്കുന്ന പോലെ, അതൊരു ഫംഗൽ ആണല്ലോ. അതിന് നമ്മുടെ മെഡിസിൻ എന്താ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഡോക്ടറെ. ഇതിന്റെ അതിനെ മിൽഡ്യൂ അപ്പിയറൻസ് എന്നാണ് ഡോക്ടറെ പറയുന്നത്. മിൽഡ്യൂ ഒരു സിംറ്റം ആണ്. അതിന് ഞാൻ 2-3 ക്ലാസ്സുകളിൽ പറഞ്ഞു. ട്യൂബർക്കുലിനം 200 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും. കുറച്ചേ എടുക്കാവുള്ളൂ. ട്യൂബർക്കുലിനം 200ന്റെ 20 പെൽസ് 4-5 എടുത്തിട്ട് 1 ounce വെള്ളത്തിൽ നന്നായിട്ട് അലിയുന്നത് വരെ എടുത്തിട്ട് സക്കസ് ചെയ്തിട്ട് അത് ഈ ലീഫിൽ ഒന്ന് തളിച്ചു നോക്കും. തീർച്ചയായിട്ടും മാറി. തോട്ടിൽ ഒഴിച്ചാൽ മതിയോ അതോ സ്പ്രേ ഒഴിക്കുന്നതിനേക്കാളും ലീഫിനടിയിൽ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. നാട്രമ്യൂറിനും കൊണ്ട് കേട്ടോ ഈ ആക്ഷൻ. നാട്രമ്യൂർ 30 അപ്ലൈ ചെയ്ത് നോക്കും. നാട്രമോറിനും ഇതേപോലെ കിട്ടും. പക്ഷെ കൂടുതൽ നല്ലത് ട്യൂബർക്കുലിനം 2 ഡോസ് മതി, 2 പ്രാവശ്യം. 200 ആണോ ട്യൂബർക്കുലിനം? അതെ. ഓക്കെ താങ്ക് യു. നന്ദി ഷീല ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഷീല ഡോക്ടർക്ക് നന്ദി പറയണേ. 1 മിനിറ്റ് ഒന്ന് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ടീച്ചർ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഷീല ഡോക്ടർക്ക് നന്ദി പറയാം. നമ്മുടെ സമയമായി. ഷീല ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. വൈദ്യര് ഡോക്ടർ ഇടയ്ക്കുന്ന ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു കേട്ടോ. ആര്? എബ്രഹാം വൈദ്യൻ ഡോക്ടർ ആണോ? ഇപ്പൊ പക്ഷെ ചോദിക്കാം. എബ്രഹാം വൈദ്യൻ ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടറെ ഹലോ കേൾക്കാമോ? ഡോക്ടർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ വഴുതനങ്ങ താഴെ വെളുത്ത പൂപ്പ് പോലെ കാണുന്നത്, അതിന് അൾസാൽബ 30 ബയോകെമിക്കായിട്ട് മിക്സ് ചെയ്ത് ട്രൈ ചെയ്യാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞോ? അൾസാൽബ 30. ആൾസാൽബിന്റെ കാര്യം ഞാൻ ആദ്യം കുറെ നാളുകൾക്ക് മുമ്പ് സാറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ പറയാം. ആൾസാൽബ് ഈ കാര്യം ഞാൻ എടുത്തു പറഞ്ഞപ്പോ സബ്ജക്ട് മാറി വേറെ എന്തോ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സാർ ആദ്യമായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ്. ഞാനത് എടുത്ത് പറയാം. ഞാനത് ഓർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അത്
ഒരു പ്രധാന കാര്യമാണത്. ആഴ്സനിക് ആൽബ് അതിനകത്തുള്ള ആ പൂപ്പലുമായിട്ട് ചേർത്ത്, അതായത് ഷുഗർ മിൽക്കുമായിട്ട് ആ പൂപ്പൽ ട്രൈച്ചുറേറ്റ് ചെയ്തിട്ട് അതിനെ ആഴ്സനിക് ആൽബ് മിക്സ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ 2-3 തുള്ളി വെച്ച് സ്പ്രേ ചെയ്തു. അത് ചെയ്ത് നോക്കും. അത് പ്രോട്ടീൻ അതിന് പകരം എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ ചെയ്തു നോക്കി. അത് അതെന്താണ് ഡോക്ടറെ അത്? അത് വേറൊരു കാര്യമാണ്. അത് ചില ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്ത് കാണും. അപ്പൊ ഞാൻ അത് ഇപ്പൊ പറയുന്നില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്നവർക്ക് അറിയാം എന്ന് തോന്നുന്നു. അത് വളരെ ലഘുവായി കുറച്ച് പേർക്കേ അറിയാവുള്ളൂ. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് ഒരിക്കലും ഒരു 2 വരി വായിച്ചിരുന്നു, ഒരു ഫിസിയോളജി ടെക്സ്റ്റ് ബുക്കിൽ, മെത്തഡോളജി ആകട്ടെ. അതിൽ വേറൊരു ലെവലിൽ ഇതിനെ പറഞ്ഞിരുന്നു ഈ കാര്യം, അതായത് പ്രോട്ടീൻ പ്ലസ് കെമിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി. അപ്പൊ പ്രോട്ടീൻ പ്ലസ് കെമിക്കൽ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞു. അതാണ് ഈ പ്രോട്ടീൻ പ്ലസ് കെമിക്കൽ എന്ന് പറയുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് ഒരു പ്രോട്ടീനുമായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പബ്ലിക്കായിട്ട് പലരും പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പഴയ വൈദ്യൻ ഒരു ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഏതോ ഒരു സാധനം ഉറുമ്പിനെ എടുത്ത് ഏതിലോ ഒന്നിലിട്ട് വെക്കുമ്പോൾ, തേനിലോ എന്തിലോ ഇട്ടിട്ട് ആ പ്രോട്ടീൻ അതിനെ എടുത്ത് കൊടുക്കുമ്പോൾ അത് വിഷത്തിന് പറ്റിയ ഒരു മരുന്നായിട്ട് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം വിഷമാണ്. പല ചികിത്സയുണ്ട്. ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഡോക്ടറെ, ഇപ്പം അസുഖങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ചികിത്സയുടെ പ്രത്യേകത. അത് വിനത്തിനായിരുന്നാലും ശരി, ക്യാൻസറിനായിരുന്നാലും ശരി, രോഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നിജാരോഗങ്ങളെന്ന് പറഞ്ഞിട്ട് കാലങ്ങൾ കൊണ്ട് മാത്രം മാറ്റം വരുന്നതേ ഉള്ളൂ രോഗങ്ങൾക്ക്, സമയം കൊണ്ടും. അല്ലാതെ രോഗങ്ങളെല്ലാം ഒന്ന് തന്നെ. മരുന്നിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും പലതും ഒന്നാണ്. നന്ദി ഡോക്ടറെ. ഇനി ഇപ്പം ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഷീല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമസ്കാരം ഡോക്ടറെ. വളരെ വേറിട്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു മഷൂദ് ഡോക്ടറുടേത്. വളരെ ആദ്യം മുതൽ തന്നെ ആ പ്രസന്റേഷനും നമുക്ക് ബയോകെമിക്കൊക്കെ ചെടികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസും ഒക്കെ വളരെ ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഇങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ശരിക്കും വളരെ നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു. ഇതിന്റെ അടുത്ത പാർട്ടും ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും IFPHന്റെ പേരിൽ ഈ ദിവസം ഞങ്ങൾക്ക് വന്ന് ഇത്രയും നല്ലൊരു ക്ലാസ് സമ്മാനിച്ച സാറിന് IFPHന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IFPHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി മറിയാമ്മ ഡോക്ടർ. നന്ദി ഷീല ഡോക്ടറെ. എന്തായാലും ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 2025 വിഷുവിനാണ് ഡോക്ടർ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുമായിട്ട് വന്നത്. ഇപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 30 ക്ലാസ് ഡോക്ടർ എടുത്തു കഴിഞ്ഞു. വേറെ ആരും ഇത്ര എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ക്ലാസ്സുകളാണ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. ഓരോ ദിവസവും നല്ല അറിവ് തരുന്ന ക്ലാസ്സുകളാണ് ഡോക്ടറുടേത്. ഇനിയും വീണ്ടും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഡോക്ടർ വരണം. ഏതായാലും നമ്മുടെ 2073 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയാക്കിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. 2073 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.